എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോ ഒരു വിഭാഗം ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരികയാണ്. ഒരു വിഭാഗം ജനങ്ങൾ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരികയാ. പേപ്പട്ടിയുടെ നാവ് പോലെ അവരുടെ നാവിങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. അവരുടെ നെഞ്ചിന്റെ താഴ്ഭാഗം വരെ പടച്ചവനെ നാക്കിങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ടോ. വായിലൂടെ അതാ പതയും നൊരയും ഇങ്ങനെ ഒലിക്കുന്നുണ്ട്. പേപ്പട്ടിയതാ ഓടി വരുമ്പോ അതിന്റെ നാവിൽ നിന്ന് ഇള വീടുന്നത് പോലെ അതാ ഒരു മനുഷ്യന്റെ നാവിങ്ങനെ നെഞ്ചിന്റെ ഭാഗം വരെ താഴ്ത്തി വെച്ചു. പുഴുത്തു നാറുന്നവനെ പോലെ നാളെ ഉയരമുള്ള ഒരു സ്ഥലത്ത് അല്ലാഹു നിർത്തിയിരിക്കുകയാ. ജനങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ, എല്ലാവരും കാണുന്നതിന് വേണ്ടി അല്ലാഹു ഉയരമുള്ള സ്ഥലത്ത് അവനെ കയറ്റി നിർത്തിയിരിക്കുകയാണോ. പേപ്പട്ടിയെ പോലെ കിടന്നുകൊണ്ട് നാവിങ്ങനെ നീട്ടിയിട്ട് കിടന്ന് നിലവിളിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകനോട് സഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അവരാരാണ് നബിയേ? അവരെന്ത് പാപം ചെയ്തതിന്റെ പേരിലാ നബിയേ? റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അവര് കള്ളു കുടിച്ചവരാണ്, അവർക്ക് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ ഇതാണെന്ന് പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു തരുമ്പോ ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാണ്, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിന്റെ തൊണ്ട കുടിക്കതാട് നീ അതാ കള്ളു കുടിച്ചിട്ടുണ്ടോ? ഉസ്താദേ, ഞാൻ ബിയറാണ് അടിക്കുന്നത്. ഈ അടുത്തൊരു ഉമ്മ പറഞ്ഞത് എന്തെന്നറിയുമോ? എന്റെ മകനും മരുമകളും കൂടെ ഒരുമിച്ചിരുന്ന് ബിയറടിക്കുന്നു ഉസ്താദേ. എന്റെ മകനും എന്റെ മരുമകളും ഒരുമിച്ചിരുന്നിട്ട് ബിയറടിക്കുകയാ. ദുആ ചെയ്യണേ നന്നാകാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ലഹരി പദാർത്ഥങ്ങൾ മുഴുവനും ഹറാമാ. അത് ശംഭുവാണെങ്കിലും ചുണ്ടിനടിയിൽ വെക്കുന്നതാണെങ്കിലും മുറിവിൽ വെക്കുന്നതാണെങ്കിലും എങ്ങനെയാണെങ്കിലും അതെല്ലാം തെറ്റ് തന്നെയാണ്. അതുകൊണ്ട് അല്ലാഹുവിനോട് ആത്മാർത്ഥമായി പൊട്ടിക്കരഞ്ഞ് തൗബ ചെയ്തോ. അല്ലാഹുവിനോട് ആത്മാർത്ഥമായിട്ടോ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിന്റെ തൊണ്ടക്കുടിക്ക് താഴെ ഒരു തുള്ളി കള്ളിറങ്ങിയിട്ടുണ്ടോ? ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ? അല്ലാഹുവിനോട് ദുആ ചെയ്തോ. ഇല്ലെങ്കിൽ ഖസറ ദുനിയാ വൽ ആഖിറ, നിന്റെ ദുനിയാവും ആഖിറവും നഷ്ടമാ. അവന്റെ ഖബറിന്റെ ചാരത്ത് പോലും കിടക്കല്ലോ. അവന്റെ ഖബറിന്റെ ചാരത്ത് പോലും ഖബറടക്കരുത്. കാരണം എന്തെന്നറിയുമോ? അതാ ഒരു പൊന്നുമകന് മരണപ്പെടുകയാണ്. ഒരു ചരിത്രം പറഞ്ഞു തരാ. ഒരു പൊന്നുമകൻ അവിടെ നിന്ന് മരണപ്പെടുകയാണ്. ചെറിയ പ്രായത്തിൽ മരണപ്പെട്ടു പോയ മകനെ പിതാവ് കാണുകയാ. തന്റെ പൊന്നുമോനെ സ്വപ്നം കണ്ടപ്പോ ആ ചെറിയ കുട്ടിയുടെ മുടിയെല്ലാം നരച്ചിരിക്കുകയാ. ആ ചെറിയ കുഞ്ഞിന്റെ മുടി നരച്ചിരിക്കുകയാ. പിതാവ് സ്വപ്നത്തിൽ ചോദിക്കുന്നു, മോനെ, എന്റെ പൊന്നുമകന് മരണപ്പെടുമ്പോ ഒരു മുടിയും നരച്ചിട്ടില്ലായിരുന്നല്ലോ, പിന്നെ എങ്ങനെയാ മോനെ മുടി നരച്ചത്? ആ സമയത്ത് ആ പൊന്നുമകന് പിതാവിനോട് പറഞ്ഞു, വാപ്പാ, എന്റെ ഖബറിന്റെ ചാരത്ത് കിടക്കുന്നതൊരു കള്ളുകുടിയന്റെ ഖബറാ. അവന്റെ ഖബറിലെ ശിക്ഷ കാരണം പേടിച്ച് നരച്ചതാ ഉപ്പാ. അവന്റെ ചാരത്ത് പോലും കിടക്കരുതെന്ന് ചരിത്രങ്ങൾ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, വേണ്ട ചെറുപ്പക്കാരാ, മോനെ, സർവ്വതും നഷ്ടപ്പെട്ടു പോകുമടാ. ഈ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോകും മോനെ. അതുകൊണ്ട് പടച്ചവനിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങിക്കോ. അല്ലാഹുവിന്റെ മുന്നിൽ ആത്മാർത്ഥമായി ദുആ ചെയ്തു. കള്ളു കുടിച്ചെന്ന് പറഞ്ഞിട്ട് നീ അങ്ങനെ തന്നെ പേടിച്ചു ജീവിക്കണ്ട. നീ റബ്ബിന്റെ മുന്നിൽ ആത്മാർത്ഥമായിട്ട് പറയാൻ കഴിയുമോ? കുല്ലു ബനി ആദമ ഖത്താഉൻ വ ഖൈറുൽ ഖത്താഈന അത്തവ്വാബൂ. ആദമിന്റെ മക്കൾ മുഴുവനും തെറ്റ് ചെയ്യുന്നവരാ. തെറ്റ് ചെയ്യാത്ത ഒരാളുമില്ല. ഞാൻ ചെയ്തിട്ടുണ്ട്, ഇരിക്കുന്ന ഉസ്താദന്മാര് ചെയ്തിട്ടുണ്ട്,
ഇരിക്കുന്ന നിങ്ങൾ പലരും തെറ്റ് ചെയ്തിട്ടുണ്ട്. ലോകത്തുള്ളവർ മുഴുവനും തെറ്റ് ചെയ്യുന്നവരാണ്. തെറ്റ് ചെയ്യാത്തവന് മനുഷ്യനല്ലല്ലോ. പക്ഷേ തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവരാരാ? കള്ളു കുടിച്ചെന്ന് പറഞ്ഞ് നിന്നെ നിസാരമായി ഒഴിവാക്കുന്നില്ല. കഞ്ചാവടിച്ചതിന്റെ പേരിൽ ഒഴിവാക്കുന്നില്ല. മോനെ നന്നാകടാ ചെറുപ്പക്കാരാ. പലരും പറയും ഉസ്താദേ എനിക്ക് നന്നാകണമെന്ന് ആഗ്രഹമുണ്ട്, പറ്റുന്നില്ല ഉസ്താദ്, പറ്റുന്നില്ല ഉസ്താദ്, എനിക്ക് വല്ലാത്ത പ്രയാസമാണ്. എന്റെ ചെറുപ്പക്കാരാ, നിനക്ക് നന്നാകണോ? ഹോസ്പിറ്റലിൽ പോകണ്ട, മരുന്ന് കഴിക്കണ്ട, പ്രയാസപ്പെടണ്ട. 1 രൂപയുടെ ചെലവില്ലാതെ നന്നാകാനുള്ള ഒരു എളുപ്പവഴി ഞാൻ പറഞ്ഞു തരാ. എടാ, ഈ ദുസ്വഭാവങ്ങൾ മാറണോ? നീ നന്നാകണോ ചെറുപ്പക്കാരാ? കള്ളുകുടിയും കഞ്ചാവടിയും ആവശ്യമില്ലാത്ത കൂട്ടുകൂടലുമെല്ലാം നിനക്ക് മാറ്റിയിട്ടു അല്ലാഹുവിന്റെ പള്ളിയുമായിട്ട് നിനക്കൊരു ബന്ധമുണ്ടാക്കണമെങ്കിൽ അതിന് പൈസ ചെലവില്ലാത്ത ഒരു വഴി ഞാൻ പറഞ്ഞു തരാ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ അബൂദർ എന്ന് പറയുന്ന ചെറുപ്പക്കാരെ കടന്നു വരികയാ. അബൂദർ എന്ന് പറയുന്ന പാവപ്പെട്ടവനായ സ്വഹാബി ഉണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് വന്നിട്ട് യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, നന്നാകണം നബിയേ, നന്നാകണം നബിയേ, ഒരുപാട് നന്മകൾ ചെയ്യണം നബിയേ, എനിക്കൊരു വഴി പറഞ്ഞു തരുമോ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് വന്ന അബൂദർ എന്ന് പറയുന്ന സ്വഹാബി ചോദിക്കുമ്പോ, അബൂദർ സാധാരണ സഹാബിയല്ല, കള്ളുകുടിയനും വ്യഭിചാരിയും പരിശുദ്ധനെന്നവനും നിസ്കരിക്കാത്തവനുമല്ല. അബൂദർ ഒരുപാട് ഉയരങ്ങളിലെത്തിയ സ്വഹാബിയാ. അബൂദറിന്റെ ശ്രേഷ്ഠത എന്തെന്നറിയുമോ? സാധാരണ സഹാബത്തിനെ പോലെയുള്ള സ്വഹാബിയല്ല അബൂദർ. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ജിബ്രീൽ അലൈഹിസ്സലാമും ഇങ്ങനെ ഇരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് വഹിയുമായി ജിബ്രീൽ വന്നു. രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അബൂദർ വഴിയിലൂടെ നടന്നു പോവുകയാ. അബൂദർ വഴിയിലൂടെ നടന്നു പോവുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലൂടെ നടന്നു പോകുന്ന അബൂദറിനെ കാണുമ്പോ ജിബ്രീൽ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ആ പോകുന്നത് അബൂദറല്ലേ നബിയേ? ആ പോകുന്നത് അബൂദറല്ലേ നബിയേ? അല്ലാഹുവിന്റെ റസൂലിന് അത്ഭുതമാവുകയാ. അല്ലാഹുവിന്റെ റസൂലിന് അത്ഭുതമാവുകയാ. അബൂദറിനെ നിനക്ക് എങ്ങനെ അറിയാ ജിബ്രീല്? അവന്റെ പേര് അബൂദറാണെന്ന് നിനക്കാരാ പറഞ്ഞു തന്നത്? എന്റെ അബൂദറിനെ നിനക്കറിയുമോ? മലക്കുകളുടെ നേതാവല്ലേ പേര് പറയുന്നത്? റസൂലുള്ളാഹി തങ്ങൾ അത്ഭുതത്തോടെ ചോദിക്കുമ്പോ അതാ വഹിയുമായി കടന്നു വരുന്ന മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഇന്നഹു ലഫീ മലകൂതി സമാവാതി അശ്ഹറു ഫിൽ അർദി. ഈ ഭൂമിയിലുള്ള ജനങ്ങളോട് ചോദിച്ചാ ചിലപ്പോ അബൂദറിനെ അറിയില്ലായിരിക്കാം. പക്ഷേ ഏഴാകാശത്തിലുള്ള ഏത് മലക്കിനോട് ചോദിച്ചാൽ അബൂദറിന്റെ പേര് പറയും നബിയേ. അബൂദറിന് പരിചയമുണ്ട് നബിയേ. ഏഴാകാശത്തിലുള്ള മലക്കുകൾ മുഴുവനും അറിയപ്പെടുന്ന സ്വഹാബിയാണ് അബൂദർ. ആ അബൂദറാണ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, നന്നാകാൻ ഒരു വഴി പറഞ്ഞു താ നബിയേ. റസൂലുള്ളാഹ് പറഞ്ഞത് എന്തെന്നറിയുമോ? പെരുമാതുറ പള്ളിയുടെ മുന്നിൽ വെള്ളിയാഴ്ച രാവിലെ ഒരുമിച്ച് കൂടിയവരെ, നന്നാകണോ? ജീവിതത്തിൽ മാറ്റം വരുത്തണോ? നാളെ പകല് എപ്പോഴെങ്കിലും നീ പെരുമാതുറ പള്ളിയുടെ ഖബർസ്ഥാനിലേക്ക് കടന്നു പോകോ. എടാ, ഇവിടത്തെ പള്ളിപ്പറമ്പിൽ നിനക്കൊന്ന് ഒറ്റയ്ക്ക് പോകാൻ കഴിയുമോ? പാതിരാത്രിയിൽ ഏത് രാത്രിയിലും എവിടെയും കടന്നു പോകാ ധൈര്യമുള്ളവരല്ലോ. കടലിന്റെ തിരമാലകൾ
മുറിച്ചു പോകാൻ പേടിയില്ലാത്തവനല്ലോ. എങ്കിലും നിന്നോട് ചോദിക്കുകയാ, നാളെ രാവിലെ എപ്പോഴെങ്കിലും പെരുമാതുറ പള്ളിയുടെ ഖബർസ്ഥാനിലേക്ക് കടന്നു ചെന്നിട്ട് പേടിയാടാ ചെറുപ്പക്കാരാ, പേടിയാ ബാപ്പാ, ഒറ്റയ്ക്ക് പോകാൻ പേടിയാ ബാപ്പാ. ഈ പെരുമാതുറ പള്ളിയുടെ ഖബർസ്ഥാനിൽ എവിടെയെങ്കിലും ഒരു ഖബർ കുടിച്ചിട്ടിട്ടുണ്ടെങ്കിൽ, പുതിയതായി കുടിച്ചിട്ടിരിക്കുന്ന ഖബർ കണ്ടാ നിനക്ക് ധൈര്യമുണ്ടോ ഇറങ്ങാൻ? ആരുമില്ലാതെ ഒറ്റയ്ക്ക് പോയി ആ ഖബറിന്റെ അകത്ത് നിനക്കൊന്ന് ഇറങ്ങാൻ പറ്റുമോ? വിയർക്കുമടാ ചെറുപ്പക്കാരാ, കൈകാല് വിറയ്ക്കുമടാ, ശരീരത്തിലൂടെ വിയർപ്പ് തുള്ളികൾ ഇങ്ങനെ വീഴുകയാണ്. പേടിയാമോരേ, പേടിയാമോരേ, ആ പള്ളിപ്പറമ്പിലെ ഖബറിന്റെ അകത്ത് പകല് പോയി ഒറ്റയ്ക്കിറങ്ങാൻ നിനക്കൊണ്ട് കഴിയുമെങ്കിൽ ആ ഖബറിന്റെ ചാരത്ത് ചെന്നിട്ട് നോക്ക്. ഖബറിന്റെ ആഴം സോദരാ നീ നോക്ക്, അതിൽ നിന്നെ മെല്ലെ ഇറക്കലും ഒന്നോർക്ക്. ഇതുപോലെ ജീവിത കാലമില്ലൊരു കുണ്ട്, കുടുസായതും കണ്ടിട്ടുമുണ്ടോ പണ്ട്? നിങ്ങൾക്ക് ആർക്കെങ്കിലും ധൈര്യമുണ്ടെങ്കിൽ, നന്നാകണമെന്ന് ആഗ്രഹമുണ്ടോ? പെരുമാതുറ പള്ളിപ്പറമ്പിൽ പോയിട്ട് കുടിച്ചിട്ടിരിക്കുന്ന ഖബറിന്റെ അകത്ത് പതുക്കവും ഇറങ്ങുമോനെ, ഇരിക്കുമോനെ, കടക്കുമോനെ. നിന്റെ എല്ലാ കള്ളുകുടിയും മാറുമടാ, ഏത് ദുസ്വഭാവവും മാറുമടാ, കഞ്ചാവടിയൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് മാറുമടാ. നിന്നെ പോലെ സുഖിച്ച് നടന്ന പെരുമാതുറയിലെ കൊലകൊമ്പന്മാരവിടെ കിടക്കുന്നുണ്ട്. അവന്റെ തലച്ചോറിൽ നിന്ന് വളം വലിച്ചെടുത്ത മൈലാഞ്ചിച്ചെടി പറയുകയാ, ഇതുപോലെ വന്ന് കിടക്കണ്ടവനാടാ, ഇതുപോലെ വന്ന് കിടക്കണ്ടവനാ. കള്ളു കുടിക്കണമെന്ന് തോന്നുമ്പോ ഒരു 10 മിനിറ്റ് പള്ളിപ്പറമ്പിൽ വന്ന് നിൽക്കടാ. കള്ളു കുടിക്കുന്നതിനേക്കാളും ലഹരി ഈ പറമ്പിലുണ്ടടാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ശഅബാ മാസം വന്നിട്ട് പോലും സീരിയല് കുറയുന്നില്ലല്ലോ, സീരിയലിന്റെ ഭ്രാന്ത് മാറുന്നില്ലല്ലോ, നിന്റെ മോശമായ സ്വഭാവങ്ങൾ മാറുന്നില്ലല്ലോ. അതാ നിത്യമായി കള്ളു കുടിക്കുന്നവന് കള്ളു കുടിക്കേണ്ട സമയത്ത് കുടിക്കാതെ വരുമ്പോ അവന്റെ കൈകാല് വിറയ്ക്കുന്നത് പോലെ 6:30 കഴിഞ്ഞാൽ എന്റെ പെങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്നില്ലല്ലോ. സീരിയല് കാണണമല്ലോ, സീരിയല് കാണണമല്ലോ. നന്നാകണം ഉസ്താദ്, നന്നാകണം ഉസ്താദ്. ഒരു വഴി പറഞ്ഞു തരട്ടെ മോളെ, നീ പള്ളിപ്പറമ്പിൽ പോകണ്ട. പെരുമാതുറ പള്ളിയിൽ വിളിച്ചു പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആരെങ്കിലും മരിച്ചുപോയെന്നൊരു പെണ്ണ് മരിച്ചുപോയെന്ന് വിളിച്ചു പറയുമ്പോ നീ ആ മരണ വീട്ടിലേക്ക് പോകണേ, ആ മരണ വീട്ടിലേക്ക് പോകണേ. മയ്യത്ത് കാടാരല്ല, മരണ വീട്ടിൽ പോയിട്ട് ചോദിക്കണം, എവിടെയാ മയ്യത്ത് കുളിപ്പിക്കുന്നത്, എവിടെയാ മയ്യത്ത് കുളിപ്പിക്കുന്നത്? മയ്യത്ത് കുളിപ്പിക്കുന്ന സ്ഥലത്ത് പോയി കാത്തു നിൽക്കടേ. ആ പെണ്ണിന്റെ ജനാസ കുളിപ്പിക്കാനെടുക്കുമ്പോ ഒന്നകത്ത് കേറ് പെണ്ണേ. മയ്യത്ത് കുളിപ്പിക്കുന്ന സ്ഥലത്ത് പോയി നിൽക്കുമ്പോ നിന്നെ പോലെ വികാര വിചാരമുള്ള മോഹങ്ങളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളുമായി പെരുമാതുറയുടെ തുലിക്ക് മുകളിലൂടെ നടന്ന ഒരുപാട് പെണ്ണുങ്ങളുണ്ടല്ലോ. പെങ്ങളെ പോയി കാണുമോള്, അവളുടെ മയ്യത്ത് കുളിപ്പിക്കുന്ന സ്ഥലത്ത് പോയി കിടന്ന അവള് മിണ്ടാതെ കിടക്കുകയാ. എങ്ങോട്ട് തട്ടിയാലും അവൾ അനങ്ങുന്നില്ലല്ലോ. നിന്റെ ജീവിതത്തിൽ മാറ്റം വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, സലാസത്തുന ഖദ് ഹറമല്ലാഹു തആല അലൈഹിമുൽ ജന്ന. ഒരിക്കലും അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാത്ത 3 വിഭാഗത്തിൽ ഒരു വിഭാഗം ആരെന്നറിയുമോ? മുദ്മിനുൽ ഖംറു,
കള്ളു കുടിക്കുന്നവനോ. അതുകൊണ്ട് പടച്ചറപ്പിനോട് പശ്ചാത്തപിച്ച് നന്നായാൽ മാത്രമേ നിനക്ക് അങ്ങോട്ട് പോകാൻ പറ്റൂ. ഇല്ലെങ്കിൽ നീ നരകത്തിലാ, അല്ലാഹുവേ തൗബ ചെയ്യാനുള്ള മനസ്സ് കൊടുക്കണേ അല്ലാ. രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? അതാ ജന്മം കൊടുത്ത പിതാവുണ്ടല്ലോ, 9 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയെന്നത് പ്രസവിച്ചതെന്റെ പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ, വാപ്പാനെയും ഉമ്മാനെയും വേദനിപ്പിക്കുന്ന മക്കള്, മാതാപിതാക്കളുടെ കണ്ണുനീര് വാങ്ങുന്ന മക്കള്, അള്ളാന്റെ സ്വർഗം നിനക്ക് കിട്ടില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കൾ. നമ്മൾ ഉസ്താദെ, ഞാൻ എൻ്റെ ഉമ്മാനെ തല്ലാറില്ല, എൻ്റെ വാപ്പാനെ തല്ലാറില്ല. നിങ്ങൾ ആരും തല്ലത്തൊന്നുമില്ല, മാതാപിതാക്കളെ നിങ്ങൾ ആരും തല്ലാറില്ല. പക്ഷേ നല്ലതുപോലെ അവരുടെ മനസ്സ് വേദനിപ്പിക്കാറുണ്ട്. അള്ളാഹു കാക്കുമാറാകട്ടെ. ഖുർആൻ പറഞ്ഞത് ഉമ്മാനെ തല്ലരുതെന്നല്ല, വാപ്പാനെ ചീത്ത വിളിക്കരുതെന്നല്ല, വാപ്പാനെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കണമെന്നല്ല, വാപ്പാനെ കണ്ണുനീര് കുടിപ്പിക്കരുതെന്നല്ല. അള്ളാഹു പറഞ്ഞത് നിങ്ങൾ അവരോട് ചേ എന്ന് പോലും പറയരുതെന്നാ പറഞ്ഞ എടാ എന്തെങ്കിലും കാണുമ്പോ എന്താ ചോദിക്കൂലേ നമ്മൾ? എടാ ഈ പള്ളിക്കകത്ത് ഒരാൾ ചെരുപ്പിട്ടുകൊണ്ട് കയറിയ നമ്മൾ എന്തായി കാണിക്കണം നമ്മൾ ചോദിക്കൂലേ? എടാ നിന്റെ വാപ്പ നിന്റെ ഉമ്മ നിന്റെ വീടിന്റെ ബെഡ്റൂമിന്റെ അകത്ത് കിടന്ന് മലമൂത്ര വിസർജനം നടത്തി, നീ പോയി കഴുകി ഇങ്ങോട്ട് ഇറങ്ങി വന്നു, പിന്നെ നോക്കിയപ്പോൾ അതാ വീണ്ടും മൂത്രം ഒഴിച്ച് കിടക്കുന്നു, പിന്നെയും കഴുകി ഇങ്ങോട്ട് ഇറങ്ങി വന്നു, പിന്നെ പോയപ്പോൾ വാപ്പ റൂമിനകത്ത് ഛർദ്ദിച്ചു വെച്ചിരിക്കുന്നു, നീ കഴുകിക്കളഞ്ഞു, പിന്നെയും വന്നു, പിന്നെ ചെന്നപ്പോൾ വാപ്പ വിസർജനം നടത്തിയിരിക്കുക. എന്തേ ഉപ്പ ഈ കാണിക്കണേ? നിങ്ങള് പനോട് ചോദിച്ചാൽ മതി, എന്താ ഉപ്പ ഈ നിങ്ങൾ എന്താ ഈ കാണിക്കണേ എന്നൊരൊറ്റ വാക്കു മതി നിന്റെ ദുനിയാവ് ആഖിറവും പോകാൻ. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. ഉമ്മാനെ വിളിക്കുന്ന എന്താ? കിളവി, മിണ്ടരുത് നീ. ഇന്ന് ഉമ്മാനെ വിളിക്കണത് ഉമ്മാന്നൊക്കെ മാറി ഇന്ന് കിളവിന്നാ വിളിക്കണേ. നിങ്ങൾ വല്ല അവിടെ മിണ്ടായിരിക്കും മങ്ങള്, നീ വളർന്നു പോയി വലിയ രാജാവായില്ലേ. ഉമ്മാനോട് പറയും നിങ്ങൾ മിണ്ടാ അവിടെ കാണാൻ പോയിരിക്കും, വാപ്പാനോട് പറയും അവിടെ കാണാൻ പോയിരിക്കും, വല്ലതും കഴിച്ച് മിണ്ടായിരുന്നൂടെ എന്തിനാ? വാപ്പാനെ നിയന്ത്രിക്കുന്ന മക്കൾ. അള്ളാഹു കാക്കുമാറാകട്ടെ. എടോ നിന്റെ നാവ് കൊണ്ടൊരു വാക്ക് കൊണ്ട് നീ അവരെ വേദനിപ്പിച്ച നിന്റെ കാര്യത്തിൽ തീരുമാനമാകും. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. ഉറക്കപ്പറ അള്ളാഹു കാക്കുമാറാകട്ടെ. കളിയല്ല, നിസാരമല്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഉമ്മയുടെ കാൽ ചുവട്ടിലാ സ്വർഗം കിടക്കുന്നത്, ഉമ്മാന്റെ കാൽ ചുവട്ടിലാ സ്വർഗം കിടക്കുന്നത്. വാപ്പായ്ക്ക് മഹത്വമില്ല എന്നല്ല, വാപ്പയാ സ്വർഗത്തിന്റെ മധ്യ കവാടം. ആ വാതിലിൽ കൂടെ കയറിയാലേ സ്വർഗത്തിൽ പോകാൻ പറ്റൂ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഉമ്മമാർ ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ, അള്ളാഹു ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. മരണപ്പെട്ടവരുടെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഉമ്മയാരെന്ന്, ഉമ്മയുടെ മഹത്വം അറിയോ? എടോ ഉമ്മയുടെ മഹത്വം അറിയോ? ഉമ്മയുടെ മഹത്വം പഠിക്കണം. ഒരു വാക്കു മതിയടോ. ഉമ്മമാരൊക്കെ ചിലപ്പോൾ ശപിക്കാറുണ്ട്, അള്ളാഹു കാക്കുമാറാകട്ടെ. അവരൊക്കെ അതിന്റെ ഗൗരവം അറിയാഞ്ഞിട്ടാ. ഉമ്മമാര് ചില സമയത്ത് പറയുന്ന ഒരു വാക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജുറൈജ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. ജുറൈജിന്റെ ചരിത്രം വലിയ മഹത്വമാണ്. ജുറൈജ് എന്ന് പറഞ്ഞ കല്യാണം പോലും കഴിച്ചിട്ടില്ല. അള്ളാനെ വല്ലാത്ത പേടിയ ജുറൈജിന്. ജുറൈജ് വീട്ടിൽ വെച്ച് ഇബാദത്ത് ചെയ്യുമ്പോൾ ഒരു ഏകാന്തത കിട്ടുന്നില്ല, ഇബാദത്ത് ചെയ്യാൻ കഴിയുന്നില്ല. ജുറൈജ് ഉമ്മാനോട് ചോദിച്ചു, ഉമ്മ മാത്രമേ ഉള്ളൂ, ഉമ്മ ഞാൻ പോയിട്ട് വേറൊരു വീട് വെച്ച് ഞാൻ വേറൊരു സ്ഥലത്ത് പോയി ഇബാദത്ത് ചെയ്തോട്ടെ. ഉമ്മ അനുവാദം കൊടുത്തു. ജുറൈജ് എന്ന് പറയുന്ന പൊന്നുമകൻ പോയി ഒരു കൂടാരം കെട്ടി, നാട്ടുകാരെല്ലാവരും കൂടെ സഹായിച്ചു ഒരു റൂമൊക്കെ പണിത് കൊടുത്തു. ജുറൈജ് അതിനകത്ത് നിന്ന് എപ്പോഴും രാവും പകലും നോമ്പും നിസ്കാരവും ഇബാദത്തും മാത്രം ചെയ്യുക, അള്ളാനെ പേടിച്ച് ജീവിക്കുക. ഇപ്പൊ ഒരു ദിവസം ഉമ്മായിക്ക് തോന്നി കുറെ നാളായല്ലോ മോനെ കണ്ടിട്ടൊന്ന് കാണാൻ പോകാം. ജുറൈജിന്റെ ഉമ്മ ഇങ്ങനെ വീട്ടിൽ വന്നിട്ട് വീടിന്റെ പുറത്തു വന്നപ്പോ മോനെ കാണുന്നില്ല. മോനെ ജുറൈജേ, ഉമ്മ ഇങ്ങനെ വിളിച്ചു. ജുറൈജ് റളിയല്ലാഹു തആല അൻഹു നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴാ ഉമ്മ വീടിന്റെ പുറത്തു വന്ന് വിളിച്ചത്. അപ്പൊ ജുറൈജ് തങ്ങൾ വിചാരിച്ചു നിസ്കാരത്തിലല്ലേ, സലാം വീട്ടിയിട്ട് ഉമ്മാനോട് ചോദിക്കാം. ജുറൈജിന്റെ ഉമ്മ ഇങ്ങനെ സത്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഉമ്മയുടെ വില അറിയണമെങ്കിൽ, എടോ ഞാൻ നിസ്കരിച്ചു കൊണ്ടിരിക്കുക അള്ളാടെ മുന്നിൽ ഞാൻ ഫറലാകട്ടെ സുന്നത്താകട്ടെ, ഞാൻ നിസ്കരിച്ച ഈ കൈ അഴിക്കാൻ പാടുണ്ടോ?
അഴിക്കാൻ പാടുണ്ടോ? ഈ കെട്ടിയ കൈ അഴിക്കാൻ പാടുണ്ടോ? എന്തെങ്കിലും സംഭവിച്ച് അഴിക്കാൻ പാടുണ്ടോ? പാടില്ല. പക്ഷെ ഞാനിങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി, സുന്നത്ത് നമസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി ഇങ്ങനെ നിസ്കരിച്ച് 2 റക്അത്തായി അല്ലെങ്കിൽ 3 റക്അത്തായി ഞാൻ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ എന്റെ ഉമ്മ വന്നിട്ട് മോനെ സിറാജേ എന്നെ വിളിച്ച ഈ കെട്ടിയിരിക്കണ കൈ ഞാൻ അപ്പഴിക്കണം. എന്റെ ഉമ്മ വന്ന് വിളിച്ചു കഴിഞ്ഞാൽ അള്ളാടെ മുന്നിൽ കെട്ടിയിരിക്കണ ഈ കൈ ഇങ്ങനെ അഴിച്ചിട്ടിട്ട് എന്തേ ഉമ്മച്ചി എന്ന് നീ ചോദിക്കണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അതാണ് ഉമ്മ. എടാ, നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ ഞാൻ നിസ്കാരം കഴിഞ്ഞിട്ട് കേൾക്കാന്നല്ല, ഉമ്മ വിളിച്ച, അത് ആവശ്യത്തിന് വിളിച്ചാലും ചുമ്മാതെ വിളിച്ചാലും ഉമ്മ വിളിക്കുന്നത് കേട്ട കൈയടിക്കണം. അള്ളാടെ മുന്നിൽ കെട്ടിയ കൈയടിക്കണം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പക്ഷെ ജുറൈജ് എന്ത് വിചാരിച്ചു? നിസ്കാരം കഴിഞ്ഞിട്ട് അഴിക്കാം. ഉമ്മ കാത്തു നിന്നു, മോനെ കാണുന്നില്ല, ഉമ്മ അങ്ങ് പോയി. പിന്നെ ഉമ്മ വന്നു, 2ാമതും വന്നു, മോനെ ജുറൈജെ, അപ്പോഴും അവൻ നിസ്കാരം. ഉമ്മ പോയി. 3ാമതും വന്നു, ഉമ്മ വന്നിട്ട് വിളിച്ചു, മോനെ ജുറൈജെ, അപ്പോഴും നിസ്കാരം. അവന്റെ ഒടുക്കത്തെ ഒരു നിസ്കാരം. ഉമ്മ ഇങ്ങനെ വന്ന് വിളിച്ച് 3 പ്രാവശ്യം വിളിച്ചിട്ടും അവിടെ നിന്ന് വിളി കേൾക്കാതെ വന്നപ്പോ ആ ജുറൈജിന്റെ ഉമ്മയുടെ മനസ്സുവല്ലാതെ വേദനിക്കുകയാണ്. ഉമ്മ എവിടെ നിന്ന് ഒറ്റ വാക്കു പറഞ്ഞു, അല്ലാ, ഇവനെ നീ നാണം കെടുത്താതെ മരിപ്പിക്കല്ലേ അല്ലാ. അവിടെ നിന്നുകൊണ്ടൊരുമ്മ ഒരേ ഒരു വാക്കു പറയുകയാണ്, പടച്ചവരെ, ഇവനെ മോശക്കാരനാക്കാതെ നീ മരിപ്പിക്കല്ലേ തമ്പുരാനെ. ഉമ്മ എവിടെ നിന്ന് തിരിച്ചുപോയി. ജുറൈജ് ഇതൊന്നും അറിയുന്നില്ല. ജുറൈജ് രാവും പകലും ഇബാദത്താണ്. ആ നാട്ടിലെ ഒരു മോശക്കാരിയായ പെണ്ണുണ്ടല്ലോ, ജുറൈജിനെ കാണാനൊന്നും വരികയാണ്. ജുറൈജിനെ വഴിതെറ്റിപ്പിക്കാൻ വരികയാണ്. ജുറൈജിന്റെ കൂടാരത്തിന്റെ അകത്ത് കയറിയിട്ട് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ജുറൈജിന്റെ മുന്നിൽ വന്ന് ഉടുതുണി ഉരിഞ്ഞ് കാണിച്ചു കൊടുക്കുകയാ. എന്തിനാ? അവളുമായി ശാരീരികമായി ബന്ധപ്പെടാൻ. ജുറൈജ് കണ്ട പരിചയം പോലും കാണിക്കാതെ വന്നപ്പോ പെണ്ണിന് വല്ലാത്ത ദേഷ്യം വന്നു. ഞാൻ നിനക്ക് കാണിച്ചു തരാമടാ എന്ന് പറഞ്ഞുകൊണ്ട് ജുറൈജിന്റെ റൂമിന്റെ വെളിയിലേക്ക് ഇറങ്ങി പോവുകയാ. നാട്ടുകാര് കണ്ടുവരുന്നതും പോകുന്നതും കേറുന്നതും ഇറങ്ങി പോകുന്നതും നാട്ടിലെ ചിലര് കണ്ടു. അല്ലാഹുവേ, ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം ഈ വൃത്തികെട്ട പെണ്ണൊരു കൈക്കുഞ്ഞുമായി കിടന്നു വരികയാ. നാട്ടുകാരുടെ മുന്നിൽ വന്നിട്ട് പറയുന്നു, ഈ കുഞ്ഞു ജുറൈജിന്റെ കുഞ്ഞാ, ഈ കുഞ്ഞു ജുറൈജിന്റെ കുഞ്ഞാ, ഈ കുഞ്ഞിന്റെ വാപ്പ ജുറൈജാ. ഒരു പെണ്ണൊരു ദിവസം പെരുമാതുറ പള്ളിയുടെ മുന്നിൽ വന്നിട്ട് പറയുന്നു, ഇവിടത്തെ ഉസ്താദിന്റെ കുഞ്ഞാണ് ഇതെന്ന് പറഞ്ഞാൽ അല്ലാഹു കാക്കുമാറാകട്ടെ, അങ്ങനെ കാണുമെന്ന് പറഞ്ഞാ പിന്നത്തെ അവസ്ഥ പറയേണ്ടതുണ്ടോ? അതിന്റെ സത്യം എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് പലരും പറഞ്ഞു, ഞങ്ങള് കണ്ട് ജുറൈജിന്റെ റൂമിൽ ഈ പെണ്ണ് കയറുന്നത്. പിന്നെ പറയേണ്ടതില്ലല്ലോ, നാട് മുഴുവനും ഇളകുകയാണ്. ജുറൈജിന്റെ വീട് തകർക്കുകയാണ്. ജുറൈജിനെ തല്ലാനുള്ള തയ്യാറെടുപ്പാണ്. അവസാനം എല്ലാവരുടെ മുന്നിലും ജുറൈജദാ മോശക്കാരനാണെന്ന് അറിയുകയാ, നാണം കെടുകയാ. അവിടെ നിന്ന് വല്ലാതെ നാണം കെട്ടു. വിചാരത്തിന്റെ ആരോപണമാണ്, പടച്ചവനെ പീഡനമാണ്. അല്ലാഹുവേ, ജുറൈജ് നാണം കെടുകയാണ്. അവസാനം ജുറൈജ് തങ്ങൾ പറയുകയാ, എനിക്ക് സത്യം തെളിയിപ്പിക്കാൻ ഒരൽപ്പം സമയം തരുമോ? സത്യം എന്താണെന്ന് ഞാൻ തെളിയിക്കാം. ജുറൈജിന് സമയം കൊടുത്തു. ജുറൈജ് തങ്ങൾ വുളുവെടുത്തിട്ട് 2 റക്അത്ത് നിസ്കരിച്ചു. സുജൂദിലേക്ക് വീഴുകയാ. അല്ലാ, എന്തേ പടച്ചവനെ, ഞാൻ ഈ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ അല്ലാ, എന്തിനാ അല്ലാ എനിക്ക് ഇത്രയും വലിയ ശിക്ഷ തന്നത്? ഞാൻ എന്ത് ചെയ്തതിന്റെ പേരിലാണ്? അപ്പോഴാണ് പറഞ്ഞു കൊടുത്തു, ജുറൈജേ, ഉമ്മാന്റെ ദുആയാ, ഉമ്മയുടെ ശാപമാ, ഉമ്മയുടെ ശാപമാ. ജുറൈജ് തങ്ങൾ തൗബ ചെയ്യുകയാണ്. അറിയാതെ ചെയ്തതാ അല്ലാ, അറിയാതെ ചെയ്തതാ അല്ലാ. അവസാനം ജുറൈജ് തങ്ങൾക്ക് അല്ലാഹു പറഞ്ഞു കൊടുത്തു എന്ത് ചെയ്യണമെന്ന്. ജുറൈജ് വിളിക്കുകയാണ്, ആ പാല് കുടിക്കുന്ന ചോരക്കുഞ്ഞിനെ എന്റെ മുന്നിലേക്ക് കൊണ്ടുവരാറ്, ആ പാല് കുടിക്കുന്ന ചോരക്കുഞ്ഞിനെ കൊണ്ടുവരാറ്. ജുറൈജ് തങ്ങളുടെ മുമ്പിലേക്ക് പാല് കുടിക്കുന്ന കുഞ്ഞിനെ കൊണ്ടുവന്നു. അല്ലാ, അതാ ഈ വിരലെടുത്തിട്ട് കുഞ്ഞിന്റെ
കുഞ്ഞിന്റെ പൊക്കിളിന്റെ മുകളിൽ വെച്ചു. ആ കുഞ്ഞിന്റെ പൊക്കിളിന്റെ മുകളിൽ വെച്ചിട്ട് അവിടുന്ന് ജുറൈജ് തങ്ങൾ പറഞ്ഞു, മോനെ നിന്റെ വാപ്പയാരാടാ? ഉറക്ക വിളിച്ചു പറ, നിന്റെ വാപ്പയാരാ? കൂടിയവര് മുഴുവനും പറയുന്നു, ജുറൈജ്, പാല് കുടിക്കുന്ന കുഞ്ഞു സംസാരിക്കില്ലല്ലോ, നീ ഞങ്ങളെ കളിയാക്കുകയാണോ? നീ ഞങ്ങളെ പരിഹസിക്കുകയാണോ? ജുറൈജ് തങ്ങൾ പറഞ്ഞു, അല്ല. രണ്ടാമതും ചോദിച്ചു, മോനെ നിന്റെ വാപ്പയാരാ? ആ സമയത്ത് ആ പാല് കുടിക്കുന്ന കുഞ്ഞു പറയുകയാ, ഇത് കെട്ടുകഥയല്ല. പാല് കുടിക്കുന്ന സമയത്ത് 6 കുഞ്ഞുങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. പാല് കുടിക്കുന്ന സമയത്ത് സംസാരിക്കാൻ ഒരു കുഞ്ഞ് സംസാരിക്കില്ലല്ലോ. ആരും സംസാരിക്കാത്ത സമയത്ത് 6 കുഞ്ഞുങ്ങൾ സംസാരിച്ചതിന്റെ തെളിവുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ജുറൈജ് തങ്ങൾ ചോദിക്കുമ്പോ ആ പാല് കുടിക്കുന്ന കുഞ്ഞു വിളിച്ചു പറയുകയാ, എന്റെ വാപ്പ ജുറൈജല്ല, ഇന്ന ആട്ടിടയനാ. അവിടുന്ന് പാല് കുടിക്കുന്ന കുഞ്ഞു വിളിച്ചു പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ജുറൈജ് ചെയ്ത തെറ്റെന്താ? നിസ്കരിച്ചു കൊണ്ടിരുന്നപ്പോ ഉമ്മ വിളിച്ചപ്പോ വിളിക്കുത്തരം നൽകിയില്ല. ഇതാണടാ ഉമ്മ, ഇതാണടാ വാപ്പ. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിക്കല്ലേ. അതാ പെണ്ണ് കെട്ടി ഒരു പണക്കാരിയായ പെണ്ണിനെ ഭാര്യയായി കിട്ടിയപ്പോ പെറ്റതള്ളയ മറന്നു പോകുന്ന മനുഷ്യ, ഉമ്മാനെ വേദനിപ്പിക്കുന്ന മനുഷ്യ. എടാ, 3 തെറ്റു ചെയ്താൽ മരണത്തിന് ശേഷമല്ല ഈ ദുനിയാവിൽ വെച്ച് തന്നെ അല്ലാഹു അതിനുള്ള ശിക്ഷ തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ 3 പാപങ്ങൾ ചെയ്യുന്നവർക്ക് മരണശേഷമല്ല ശിക്ഷ, ഇവിടെ വെച്ച് തന്നെ കിട്ടും. അല്ലാഹു കാക്കുമാറാകട്ടെ, ഉറക്കപ്പർ അല്ലാഹു കാക്കുമാറാകട്ടെ. മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവൻ നേരെ ചൊവ്വ ഇവിടുന്ന് പോകൂല. ഉമ്മാനെയും ഉപ്പാനെയും കണ്ണുനീര് കുടിപ്പിച്ച ഒരുത്തനും അവരുടെ മനസ്സ് വേദനിപ്പിച്ച ഒരുത്തനും ഈ ദുനിയാവിൽ നിന്ന് നല്ല രീതിയിൽ മരിച്ചിട്ടില്ല. അല്ലാഹു കാക്കുമാറാകട്ടെ. അത് വാക്കുകൊണ്ടാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം. പെണ്ണുപിള്ളയ്ക്ക് വലിയ സ്ഥാനം കൊടുക്കുന്ന ഭർത്താക്കന്മാരുണ്ട് പെറ്റതള്ളയേക്കാൾ. എടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബിയാണ് അൽഖമ റളിയല്ലാഹു തആല അൻഹു മരിക്കാൻ കിടക്കുകയാ. അൽഖമ റളിയല്ലാഹു തആല അൻഹു മരിക്കാൻ കിടക്കുമ്പോൾ സ്വഹാബികൾ ചെന്നിട്ട് ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുത്തു. ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ സഹാബിയുടെ നാക്ക് പൊങ്ങുന്നില്ല. ഷഹാദത്ത് കലിമ പറയാൻ നാവ് പൊങ്ങണില്ല. എത്ര പറഞ്ഞു കൊടുത്തിട്ടും സഹാബത്ത് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, നബിയെ, അൽഖമയ്ക്ക് ഷഹാദത്ത് കലിമ പറയാൻ നാവ് പൊങ്ങണില്ല. ഒന്നാമത്തെ ചോദ്യം എന്തെന്നറിയോ? അൽഖമ 5 നേരം നിസ്കരിക്കുമെന്ന് ചോദിച്ചു. 5 നേരം നിസ്കരിക്കും നബിയെ. 5 നേരം നിസ്കരിക്കുന്ന സഹാബി അൽഖമ. 2, ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട് നബിയെ, വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അൽഖമ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മാനെ കൊണ്ടുവരാൻ പറഞ്ഞു. ഉമ്മയെ കൊണ്ടുവന്നു. ഉമ്മാനോട് ചോദിച്ചു, എങ്ങനാ ഉമ്മ അൽഖമ? എനിക്ക് വലിയ സ്നേഹവാ നബി അവനെ. അവന്റെ വാപ്പ മരിച്ചിട്ട് പോലും ഞാൻ അവന് വേണ്ടി ജീവിച്ചു. എനിക്ക് അവനെ ജീവനാ. എനിക്ക് അവനോട് വല്ലാത്ത സ്നേഹമാ. പക്ഷെ പെണ്ണ് കെട്ടിക്കഴിഞ്ഞപ്പോ എന്നെക്കാല് സ്നേഹം അവന്റെ ഭാര്യയോടാ. ഒരു ഉമ്മ പറയ നബിതങ്ങളോട്, അൽഖമ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോ അവൻ എല്ലാ കാര്യവും ആദ്യം ഭാര്യയെടുത്ത് പറയും, പിന്നെ എന്നോട് പറയത്തുള്ളൂ. എല്ലാ കാര്യവും അവൻ ആദ്യം പോയി അവന്റെ പെണ്ണുമ്പിള്ള എടുത്ത് പറയും, പിന്നെ എന്നോട് പറയത്തുള്ളൂ. എന്നോടല്ലേ നബി ആദ്യം പറയണ്ടേ? ഞാനല്ലേ അവന്റെ ഉമ്മ. ഒരു ഉമ്മ മനസ്സിലാക്കേണ്ടത്, ഉമ്മയ്ക്ക് വേദനിച്ചത് തന്നെക്കാളും സ്ഥാനം തന്റെ ഭാര്യയ്ക്ക് കൊടുക്കുന്നു. ഈ ഒരു മനസ്സ് വേദനിച്ചതിന്റെ പേരിലാ ആ സഹാബിക്ക് മരണസമയത്ത് ഷഹാദത്ത് കലിമ പറയാൻ പറ്റാതെ വന്നത്. അല്ലാഹു കാക്കുമാറാകട്ടെ. ഇനി നീ നിന്നെക്കുറിച്ച് ആലോചിക്ക്, നിന്റെ ഉമ്മാടുത്ത്. അല്ലാഹു അഅലം, അല്ലാഹു കാക്കുമാറാകട്ടെ. ഞാൻ കുടുംബം കലക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ പറയണില്ല. നമ്മുടെ അവസ്ഥ ഇതാ. എന്റെ പ്രിയപ്പെട്ടവർ, അവസാനം ആ ഉമ്മയുടെ പൊരുത്തം കിട്ടിയതിനു ശേഷം ആ സഹാബിക്ക് ഷഹാദത്ത് കലിമ പറയാൻ പറ്റിയത്.
അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, സ്വർഗത്തിലേക്ക് കടന്നു പോകാത്ത രണ്ടാമത്തെ വിഭാഗം ആരെന്നറിയുവോ? മാതാപിതാക്കളെ വാക്കുകൊണ്ടെങ്കിലും വേദനിപ്പിക്കുന്നവനാ. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. 3 10 മണിയായിടോ, 10 മണിയായി. എൻ്റെ ടൈം കഴിഞ്ഞു, ഇനി എക്സ്ട്രാ ടൈമാ. ഇത് വേണം, ഒരെണ്ണം കൂടെ ഉണ്ട്, ഇരിക്കുവോ? ഒരെണ്ണം കൂടെ പറയണമെന്നുണ്ട്. നിങ്ങൾ ഇരിക്കുമെങ്കിൽ ഞാൻ പറയാം, ഇല്ലെങ്കിൽ നിർത്താം. ഇത് വേണം. ഇത് കബറും കാട്ടി സലാം പറയണ പോലെ ഇരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചേ, പറയണോ നിർത്തണോ? പറയണം. ഒന്ന് കൈവക്കിക്കേ. ഇന്ന് പിന്നെ പിരിവൊന്നുമില്ല, അൽഹംദുലില്ലാഹ്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. കസേര ഉണ്ടെങ്കിൽ ഞാൻ ഇരുന്നേനെ. മൈക്ക് സെറ്റ് ആരെന്തേപ്പാ? ഇതല്ലേ മൈക്കുള്ളൂ, വേറെ ഇല്ലല്ലോ. ഇല്ല, അപ്പൊ പിന്നെ നിൽക്കാൻ തന്നെ ചെയ്യാം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. പോയാ ചായ പിടിക്കാൻ പോയാ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 3 എഴുന്നേറ്റ് പോലെ എല്ലാവരും. ഞാനിതാ ബക്കറ്റ് പോലും എടുക്കാൻ, ആരും എഴുന്നേറ്റ് പോകരുത്. ഇൻഷാ അല്ലാഹ് ഒരു 15 മിനിറ്റും കൂടെ. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും എഴുന്നേറ്റ് കസേര ഒന്ന് ബുക്കിംഗ് ഫ്രണ്ടിലോട്ട് നീങ്ങിയിരുന്ന്. നിങ്ങളൊക്കെ കാണാനാ, ഞാനും ഇരുന്നില്ലേ. ഫ്രണ്ടിലോട്ട് കയറി വാപ്പാ, എഴുന്നേക്കടാ. അൽഹംദുലില്ലാഹ്. പെട്ടെന്ന് കയറിക്കോ. ബാബാ എഴുന്നേക്ക്. ബിസ്മില്ലാ. ആ മൈക്കിന്റെ മുകളിൽ 2 ചെറുപ്പക്കാരിടാ. അടാ പുറത്തേക്കണം, വന്ന് ഇവിടെ ഇടാ. ഞാൻ ഇപ്പം ഇങ്ങോട്ട് വരുന്ന വഴിയിൽ ഒരുത്തനെ കണ്ടിട്ട് വന്ന് ആംബുലൻസിൽ കയറ്റിക്കൊണ്ട് പോകുന്നത്, കല്ലമ്പലത്ത് വെച്ച്. പെട്ടെന്ന് കയറിക്കോ. അള്ളാഹു കാക്കുമാറാകട്ടെ. ഇങ്ങോട്ട് കയറി. പായുക, ബൈക്ക് എടുത്തിട്ട് പായണ കുട്ടികൾ എന്നാ സ്പീഡിലാണ് പായണത്. പടച്ചോനെ, ഇന്നലെ നമ്മള് ഒരു വീഡിയോ കാണുന്നുണ്ട്. ഒരു കുട്ടി സൈക്കിളുമായിട്ട് പോണണ്ടാ. ഒരു ചെറിയ കുട്ടി, പടച്ചോനെ, എൻ്റെ മോൻ സൈക്കിളിതാന്ന് പറഞ്ഞിട്ട് എന്നെ വരട്ടല്ല. ഇന്നലെ ഞാൻ ആ വീഡിയോ കൊണ്ട് കാണിച്ചു കൊടുത്തവനെ. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചെറിയ മക്കൾ. അള്ളാഹുവെ, കൊച്ചു കുട്ടികൾക്ക് മലക്കുകളുടെ കാവലുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈ ചെറിയ കുട്ടികൾക്ക് മലക്കുകളുടെ കാവലുണ്ടെന്ന. അതുകൊണ്ട് ആ വീടിന്റെ മുകളിൽ നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വീണാലും ഒന്നും പറ്റാത്ത ആ കുട്ടിയുടെ ഒരു വീഡിയോ കാണാൻ പറയാം. ഒരു ട്രാൻസ്പോർട്ട് ബസ്സിന് അടിയിൽ നിന്ന് ആ കുട്ടി, ഏറ്റവും വലിയ അത്ഭുതം എന്താ അറിയോ? ഓൺ സൈക്കിളും കൊണ്ടുവന്ന് ബൈക്കിലിടിച്ച് തെറിച്ച് ആരോ എടുത്തപ്പുറത്ത് കൊണ്ടുവെക്കണ പോലെ. എന്നിട്ട് ഓനിങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. ഇങ്ങനെ എന്താ സംഭവിച്ചതെന്ന് അറിയാതെ. അള്ളാഹു പൊന്നുമോൻ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. അള്ളാഹു അപകടങ്ങൾ തൊട്ട് നമ്മളെയൊക്കെ കാക്കുമാറാകട്ടെ. അള്ളാഹു കാക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കളുടെ ഖബറിടങ്ങൾ അള്ളാഹു സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. സ്ത്രീകളെടുത്ത് എല്ലാവരുടെ ബക്കറ്റ് ഇൻഷാ അല്ലാഹ്. ഒരു സദഖ കൊടുത്തൂടെപ്പാ? കൊടുത്തൂടെ? ക്യാൻസറും ട്യൂമറൊക്കെ. എടാ പള്ളിക്ക് വറ. ഇല്ലില്ല, ഡോക്ടർ പറഞ്ഞു. ഒന്ന് തലകറങ്ങി വീണു, പൊക്കിയെടുത്തോണ്ട് ഇവിടെ എവിടെയെങ്കിലും കൊണ്ടുപോയി. അവസാനം പറഞ്ഞു, ചെറിയൊരു സംശയം ഉണ്ടോ, ഒന്ന് ടെസ്റ്റിന് അയക്കണോന്ന്. അമീന എന്താടാ സുഖ? ചെറിയൊരു ടെസ്റ്റിന് അയക്കണോന്ന്. അപ്പൊ ഉസ്താദിന്റെ അടുക്ക വരുന്ന 2000-ന്റെ നോട്ടുമായിട്ട് ഉസ്താദ് ദുആ ചെയ്യാൻ. അല്ലാഹ് ആരാന്നറിയാവോ? അതാ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അസ്സദഖത്തു റദ്ദുൽ ബലായ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ക്യാൻസറിന്റെ അണുക്കൾ നിന്റെ ശരീരത്തിലുണ്ടെങ്കിൽ അത് തട്ടിമാറ്റാൻ. ഞാൻ ഈ അടുത്ത് കുടകെന്ന് പറയുന്ന സ്ഥലത്ത് വയതിനു പോകുമ്പോൾ ഒരാളെ കണ്ടു. കിഡ്നി പോയിട്ട് മാറ്റിവെച്ചു. 10 വർഷം ജീവിച്ചു. ഡയാലിസിസ് ചെയ്യാതെ 10 വർഷം കഴിഞ്ഞപ്പോൾ ആ വെച്ച കിഡ്നി പോയി. പിന്നെ അടുത്തത് വെച്ചു. വീണ്ടും 10 കൊല്ലം കഴിഞ്ഞു, അതും പോയി. ഇപ്പം 5 വർഷമായിട്ട് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുക. 25 കൊല്ലം. നമുക്ക് കൊല്ലം അറിയോ? എത്ര ലക്ഷം രൂപ ചെലവഴിച്ചെന്നറിയോ? നമ്മളിങ്ങനെ ചുമ്മാതെ നടക്കുവാടോ? ഇതൊക്കെ ഒന്നും പോകുമ്പോഴേ അറിയത്തുള്ളൂ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു എല്ലാവിധ ഷർറും മുസീബത്തുകളും അള്ളാഹു മാറ്റിത്തരുമാറാകട്ടെ. അള്ളാഹുവെ, മരിക്കുന്ന കാലം വരെ അറുത്തു മുറിക്കുന്ന രോഗങ്ങൾ തരല്ലേ അല്ലാ. സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത ഒരു രോഗവും ഞങ്ങൾക്ക് നീ തരല്ലേ റഹ്മാനെ. അള്ളാഹു ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ബക്കറ്റ് എടുത്തോപ്പ. എന്താ ബക്കറ്റില്ലേ? ആണുങ്ങൾക്ക് കുറവോ പെണ്ണുങ്ങൾക്ക്? എന്താ ആണുങ്ങൾക്കുണ്ട് ബക്കറ്റ്. ഇവിടെ മുസാഫത്തൊന്നും ഇല്ല.
എല്ലാം കൊടുത്തോ ഇൻഷാ അല്ലാഹ്. ഒന്ന് കൈയിട്ടേ ഇപ്പം എല്ലാവരും ഒന്ന് പോക്കറ്റ് ഒന്നിടി ചങ്ങാതി. പൈസ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇട്ടതിന്റെ പ്രതിഫലം കിട്ടൂലേ. ഒരു നന്മ പറഞ്ഞപ്പോ ചെയ്യാൻ തയ്യാറായില്ലേ, പൈസ ഇല്ലെങ്കിലും ചുമ്മാ നിന്നിട്. നീ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോ ഒരു സങ്കടം. അള്ളാഹു കാക്കുമാറാകട്ടെ. ആ പെട്ടെന്ന് അൽഹംദുലില്ലാഹ് അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. മഹാനായ നബിഗിന റസൂലുള്ളാഹി, മഹാനായ നബിഗിന റസൂലുള്ളാഹി, ഉറക്കപ്പറ, മഹാനായ നബിഗിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൂന്നാമത്തെ മനുഷ്യൻ, സ്വർഗത്തിലേക്ക് കടക്കാത്ത മൂന്നാമത്തെ മനുഷ്യൻ ആരെന്നറിയോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തൻ്റെ ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് തിരുത്താത്തവൻ. തൻ്റെ ഭാര്യയും മക്കളും തെറ്റാണ് ചെയ്യുന്നത് എന്ന് നിനക്ക് നല്ലതുപോലെ അറിയാം. ദയ്യൂസ്, എൻ്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുന്നത് നിനക്കറിയാം. ഇത് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും നീ മിണ്ടാതെ നടക്കും. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. എടാ, 7 വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം, 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ തല്ലി നിസ്കരിപ്പിക്കണമെന്ന് നിയമം. നിന്റെ പെണ്ണും പിള്ള നിസ്കരിക്കാതെ കിടക്കുന്നു, നീ വല്ലതും പറയാറുണ്ടോ? അവൾക്ക് 10 അല്ല 10 വയസ്സുള്ള മക്കളുണ്ട്, എന്നിട്ട് അവള് നിസ്കരിക്കാറുണ്ടോ? ഇല്ല. ആ നിസ്കരിക്കാൻ നീ പറയാറുണ്ടോ? ഇല്ല. സീരിയല് കാണുന്നു, തെറ്റാണെന്ന് നിനക്കറിയാം, നീ തിരുത്തി കൊടുക്കാറുണ്ടോ? എടോ, ഓരോ കാര്യങ്ങളും നിങ്ങൾ എടുത്തു നോക്ക്. എടോ, നിന്റെ ഉത്തരവാദിത്തം അവക്ക് ചുരിദാറും സ്വർണവും തിന്നാനുള്ളതും മാത്രം വാങ്ങിക്കൊടുക്കലല്ല നിന്റെ ജോലി. ഇതെല്ലാം നീ കൊടുക്കുമ്പോൾ അവളെ നേരെയാക്കേണ്ട ഉത്തരവാദിത്തം നിനക്കുണ്ട്. അവൾ നിസ്കരിക്കുന്നവളാകണം, അവൾ നോമ്പ് പിടിക്കുന്നവളാകണം, അവൾ തലമറയ്ക്കുന്നവളാകണം, അവൾ അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവളാകണം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എല്ലാവർക്കും സമാധാനമില്ല, ഇന്ന് ആർക്കും സമാധാനമില്ല. വീട്ടിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്ക്, ഇവിടെ വീട്ടിൽ ഒരു നല്ല വീടുണ്ടാക്കി വെച്ചിട്ടുണ്ട്, പോയി കടന്ന ഉറക്കം വരുന്നില്ല, സമാധാനമില്ല. അല്ലാഹു ജഅല ലക്കും മിൻ ബുയൂത്തിക്കും സകന, വീട് സമാധാനം തരുന്ന ഇടമാണെന്ന് ഖുർആൻ. സമാധാനം ഉണ്ടോ? ഇല്ല. ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചിട്ടുണ്ട്, ഓളുടെ കൂടെ കടന്നാൽ തൃപ്തി കിട്ടുന്നില്ല, കണ്ടവന്റെ ഭാര്യയെ നോക്കിക്കൊണ്ട് നടക്കാം, പറ്റുന്നില്ല. 3-4 മക്കള് വീട്ടിലുണ്ട്, ആ മക്കളെ കാണുമ്പോൾ ഒരു സന്തോഷവും ഇല്ല. ഇഷ്ടം പോലെ പൈസ ഉണ്ട്, തിന്നിട്ട് വയറ് നിറയുന്നില്ല, മട്ടൻ മന്തി തിന്നിട്ടും വയറ് നിറയണില്ല. ഇവിടെ സമാധാനമില്ലടോ നമുക്ക്. അതിന്റെ കാരണം എന്തെന്നറിയോ? കൂടോത്രം ചെയ്തത് കൊണ്ടൊന്നും അല്ല, അല്ലാഹു കാക്കുമാറാകട്ടെ. മുട്ടയോ തകിടോ ഇട്ടതിന്റെ പേരിലല്ല, സമാധാനമില്ലാത്തതിന്റെ കാരണം നിന്റെ വീടിനകത്ത് ഒരാളിരുന്ന് കരയുന്നുണ്ട്, ആ കണ്ണുനീര. അല്ലാഹു കാക്കുമാറാകട്ടെ, ഉറക്കപ്പറ, അല്ലാഹു കാക്കുമാറാകട്ടെ. നിന്റെ വീടിനകത്ത് ഒരാളിരുന്ന് കരയുന്നുണ്ട്, അത് കരയുന്ന കാലത്തോളം നിന്റെ വീടിനകത്ത് സന്തോഷമോ സമാധാനമോ ഐശ്വര്യമോ അള്ളാഹു നിനക്ക് തരൂല. അള്ളാഹു കാക്കുമാറാകട്ടെ. ആരാ കരയണേ? ആരാ കരയണേ? ഒന്ന് ആലോചിക്ക്, ആരാ കരയണേ? ഉമ്മായോ? എന്താടാ വാപ്പാടെ ഇടി കൊണ്ടിട്ട് കരയ ഉമ്മ? നമ്മുടെയൊക്കെ വീടിനകത്ത് ഒരാളിരുന്ന് കരയുന്നുണ്ട്. ആരാ കരയുന്നതെന്നറിയുമോ? അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എടുക്കത്തു പോലും ഇല്ല, അവിടെ തന്നെ വെച്ചിരിക്കുക. ആരെങ്കിലും തീരണം അത് എടുക്കണമെങ്കിൽ. ഇവിടെ ഒരു വീടിൻ്റെ അകത്ത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വെച്ചിട്ട് ആ ഖുർആൻ തുറന്നു നോക്കുന്നില്ലെങ്കിൽ അത് അവിടെ ഇരുന്ന് കരയും. അത് കരഞ്ഞ നിന്റെ വീട് കത്തും. അള്ളാഹു കാക്കുമാറാകട്ടെ. ഉരുക്കിക്കളയും അള്ളാഹ്, നിന്നെ ഉരുക്കിക്കളയും. അതാ നിന്റെ വീടിന്റെ ഏറ്റവും വലിയ നാശം, ആ ഖുർആനിന്റെ കണ്ണുനീര. അള്ളാഹു കാക്കുമാറാകട്ടെ. എടോ, നീ ഖുർആൻ ഓതും, എന്നാലും ഖുർആൻ എടുക്കൂല. ഞാൻ ഉപ്പളയിൽ ഒരു കടയിൽ പോയി, ഉസ്താദെ കച്ചവടമൊന്നുമില്ല. ഞാൻ പറഞ്ഞു, മോനെ കട തുറക്കുമ്പോൾ ഒരു യാസീൻ ഓതണം. എല്ലാ ദിവസവും ഓതുന്നുണ്ട് ഉസ്താദെ. ആര്? മൊബൈൽ ഓതുന്നുണ്ട്, ഓൻ ഓതണില്ല. ഇവിടെ നമ്മളിൽ ഇന്ന് ഖുർആൻ കൈകൊണ്ട് തൊട്ടവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. ബാക്കിയുള്ളവരൊക്കെ പത്രം എടുത്തുള്ളൂ. അള്ളാഹു കാക്കുമാറാകട്ടെ. ഖുർആൻ, നമ്മുടെ വീടിനകത്തിരിക്കുന്ന ഖുർആൻ, ആ ഖുർആൻ കരയും. 5 കാര്യങ്ങൾ കരയുമെന്നാണ്. ഈ പള്ളിക്കകത്ത് നിസ്കരിക്കാൻ ആളില്ലെങ്കിൽ പള്ളി കരയും. പള്ളി കരഞ്ഞ ഈ നാട്ടുകാരറിയും. അള്ളാഹു കാക്കുമാറാകട്ടെ. ഈ പള്ളിക്കകത്ത് നിസ്കരിക്കാൻ ആളില്ലാതെ വന്ന പെരുമാതുറക്കാരും മൊത്തം അറിയും. കടലിൽ മീനിന്നാഞ്ഞിട്ടല്ല, ആണോ? അല്ല, ഇഷ്ടം പോലെ മീനുണ്ട്, നിനക്ക് കിട്ടാത്ത എന്താ? നീ ഇവിടെ കേറുന്നില്ല, ഇവിടെ വരാൻ സമയമില്ല, വള്ളം എടുത്തോണ്ട് കടലിൽ പോകാനല്ലേ സമയമുള്ളൂ. ഇതിലേ പോയാലും ഇങ്ങോട്ട് കയറത്തില്ല. ഇവിടെ ഉസ്താദും മോദിനും കമ്മിറ്റിക്കാരും മാത്രം നിസ്കാരം. അള്ളാഹു ആലം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. വരൾച്ച, ദുരന്തങ്ങൾ, ഈ പള്ളി കരയുന്ന സമയത്തോളം നിങ്ങൾക്ക് അതിന്റെ ശിക്ഷ അനുഭവിക്കുക ഈ നാട്. അള്ളാഹു കാക്കുമാറാകട്ടെ. ഇവിടെ ഒരു വീടിന്റെ അകത്ത് ഖുർആൻ ഇരുന്നിട്ട് ഖുർആൻ ഓതുന്നില്ലെങ്കിൽ,
നമ്മൾ നമ്മുടെ ഭാര്യയോട് നമ്മൾ ഈ സന്തോഷത്തിൽ രാവിലെ ഇറങ്ങിപ്പോകുന്നത്, കടലിൽ മീൻ പിടിക്കാൻ പോകുന്നു, വൈകുന്നേരം വരുന്ന ഏത് ധൈര്യത്തിൽ നമ്മുടെ വീട്ടിൽ നോക്കാൻ നമ്മുടെ ഭാര്യയുണ്ടല്ലോ, എനിക്ക് വേണ്ടി ദുആ ചെയ്യാൻ എൻ്റെ ഭാര്യയുണ്ടല്ലോ എന്നുള്ള വിശ്വാസം. അവൾ അല്ലാഹുവിനെ പേടിയുള്ളൊരു പെണ്ണാണെങ്കിലല്ലേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂ. അവളെ കൊണ്ട് നിസ്കരിപ്പിക്കണം. അവളോട് നിർബന്ധമായിട്ട്, എടി എനിക്കറിയില്ല ഓതാൻ, നീ ഓതണം ഖുർആൻ. മഗ്രിബ് നമസ്കാരം കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് ഈ വീടിന്റെ അകത്ത് ഖുർആൻ ഓതൽ നിർബന്ധമാ. വെള്ളിയാഴ്ച രാവത്തി കഴിഞ്ഞാൽ മൗലിദ് ഓതണം, മജ്ലിസുൻ നൂർ ഓതണം, അല്ലെങ്കിൽ അൽഹംദുലില്ലാ ഒരു യാസീൻ ഓതണം, അല്ലെങ്കിൽ ഒരുമിച്ചിരുന്ന് കുറച്ച് സ്വലാത്ത് പറഞ്ഞിട്ട് മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യണം. ഇത് വീടിന്റെ നിയമമാക്കണം. നീ വീട്ടിലെ ഭരണാധികാരിയാ, അല്ലാതെ അവൾ ചോദിക്കുന്നത് മാത്രം കൊടുക്കാനുള്ള യന്ത്രമല്ല നീ. നീ പറയുന്നത് നിന്റെ ദീൻ പറയണെന്തെന്നറിയോ? നീ പറയുന്നതനുസരിക്കുന്ന ഭാര്യയ്ക്ക് മാത്രമേ നീ ചെലവ് കൊടുക്കാൻ പറയുന്നുള്ളൂ. നീ പറയുന്നതനുസരിക്കാത്ത പെണ്ണിന് ചെലവിന് കൊടുക്കണമെന്ന് ഇവിടെ ആരും പറയണില്ല. ഈ വീടിന്റെ അകത്ത് TV പാടില്ല, ഈ വീടിന്റെ അകത്ത് സീരിയൽ പാടില്ല. റമദാനാ വരുന്നത്, കട്ട് ചെയ്തേക്കുന്നു. ഇനി ഈ വീടിന്റെ അകത്ത് TV കണ്ട സത്യമായിട്ട് ഞാനിത് തല്ലിപ്പൊട്ടിക്കും. തൻ്റെ ഇടത്തോടെ നട്ടുള്ളവല്ലോന്ന് പറയണം. എടാ, പെണ്ണ് കെട്ടിയാ പോരടാ, പെണ്ണിനെ നിലനിർത്താനും പഠിക്കണം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നീ നട്ടല്ലുള്ളവനാ, നീ പറയുന്നത് കേൾക്കണില്ലേ? അസ്സലാമു അലൈക്കും വിട്ടോ, മഅസ്സലാമ, ഈ വീട്ടിൽ നീ നിന്റെ വീട്ടിൽ പൊക്കോ. ഞാൻ പറയുന്നതനുസരിച്ച് ഇവിടെ നിസ്കരിക്കണം, 5 വഖത്ത് നിസ്കരിക്കണം, ഖുർആൻ ഓതണം, ഫർദ് ഇടണം, അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കണം. തോന്നിവാസിയെ പോലെ ജീവിക്കാനാണെങ്കിൽ ജാവോ, നിന്റെ വീട്ടിൽ പൊക്കോ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. പറഞ്ഞു വിട്ടേക്കണം, അതവിടെ പറഞ്ഞു വീട്ടിൽ വിട്ടേക്കണം. അതാണ് വേണ്ടത്. അല്ലാതെ പടച്ചവന് ഓൾക്ക് ആഹാരം കൊടുക്കാൻ ദീൻ പറയുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ വ്യക്തമായി പറയുന്നു, നിന്റെ ഭാര്യയെ നീ നേരെ ചൊവ്വ നോക്കിയില്ലെങ്കിൽ വല്ലാഹി നീ സ്വർഗത്തിൽ പോകൂല. അല്ലാഹു കാക്കുമാറാകട്ടെ. അല്ലാഹു കാക്കുമാറാകട്ടെ. നീ ഒരു ഭർത്താവായി ജീവിച്ച് കാണിക്കും മനുഷ്യ. കുറെ കൊല്ലമായില്ലേ പെണ്ണും പിള്ളയുടെ കൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ട്, ഭാര്യയുടെ കൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായില്ലേ? ഓളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുള്ളാറുണ്ടല്ലോ. പെണ്ണുങ്ങളിൽ നിന്നും തരത്തില്ല പിരിവഹിക്കുമ്പോ. ഞാൻ പറയണത്, നിർബന്ധമായിട്ടും ഈ TV ഇതാ നമ്മുടെ വീടിന്റെ നാശം. നമ്മുടെ വീടിന്റെ സർവ്വ ബറക്കത്തും നഷ്ടപ്പെടുത്തുന്നത് ഈ TVയും സിനിമ കാണലും സീരിയൽ കാണലുമാ. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. നിർബന്ധമായിട്ട് നിസ്കരിക്കൂ. സുബഹിക്ക് എഴുന്നേക്കടി. പള്ളിയിൽ പോയില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ പറയുന്ന, നാളെ രാവിലെ സുബഹിക്ക് എഴുന്നേറ്റിട്ട് വിളിച്ചുണർത്തണം ഭാര്യയെ. പോയി ഒന്ന് എടുത്തിട്ട് വാ, മക്കളെ വിളിക്കും, പോയി ഒന്ന് എടുത്തിട്ട് വാ. നമുക്കെല്ലാവർക്കും ഇന്ന് ജമാഅത്തായി വീട്ടിൽ നിന്ന് നിസ്കരിക്കാം. ഭർത്താവിന് ഇമാമത്തിക്കാലോ ഇല്ലേ ഉസ്താദ്? ഭർത്താവിന് പള്ളിയിൽ വന്നില്ലെങ്കിലും, എടാ നിന്റെ ഭാര്യയെ നീ വിളിക്കണ, എഴുന്നേക്ക്, മക്കളെ വിളിക്ക്, എഴുന്നേക്ക്. ഞാൻ പോണില്ല പള്ളിയിൽ, ഇൻഷാ അല്ലാഹ് ഇന്ന് സുബഹി നമുക്ക് ജമാഅത്തായി നിസ്കരിക്കാം. വെള്ളിയാഴ്ചയിലെ സുബഹിയ, വെള്ളിയാഴ്ച സുബഹിയ. ഭർത്താവായ നീ, നിനക്ക് കുലുഹുവല്ലേ അറിയത്തുള്ളൂ, മതി. ബക്കറ ഓതണമെന്ന് ആരും പറഞ്ഞില്ലല്ലോ. നിനക്കറിയണ സൂറത്ത് മതി. അൽഹംദുലില്ലാഹ്, ഹാഫിദ് ആലിമാവണം. നിനക്കറിയണ സൂറത്ത് ഓതിയിട്ട് നാളെ വീട്ടിൽ സുബഹി നിസ്കരിക്ക്. നിന്റെ ഭാര്യയെ വിളിച്ചുണർത്തി 4 ദിവസം നിസ്കരിപ്പിച്ചിട്ട് നീ ഒരു നല്ല ഭർത്താവാണെന്ന് കാണിച്ചു കൊടുക്കടോ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അതല്ലാതെ പടച്ചവനെ ഇങ്ങനെ നടക്കാവോളൊരു കോലത്തിൽ നീ ഒരു കോലത്തിൽ ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ല. തെറ്റുകൾ നമ്മളുടെ മക്കൾ നമ്മുടെ മക്കളാകണം, നല്ല ജീവിതം നയിക്കണം. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ചരിത്രം അറിയോ? തെറ്റുകളെ തിരുത്തി കൊടുക്കുന്ന മക്കളുണ്ടാകണം. നല്ല മക്കളെ തെറ്റുകളെ തിരുത്തി കൊടുക്കുന്ന മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല രാത്രി ഇങ്ങനെ ഇറങ്ങി നടക്കും. രാത്രിയിൽ ഇങ്ങനെ ഇറങ്ങി നടക്കും തന്റെ ജനതയെ കുറിച്ച് അന്വേഷിക്കാൻ. മഹാനായ ഉമർ തങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു വീടിന്റെ അകത്ത് രാത്രി വഴക്ക് നടക്കാം. ഉമ്മായും മോളും കൂടെ വല്ലാത്ത വഴക്ക് നടത്തുന്നു. ഉമർ തങ്ങൾ ഇങ്ങനെ പോയി, എന്താ ഉള്ള വഴക്ക് നടക്കണ? പോയി നോക്കുമ്പോ ഉമ്മ മകളോട് പറയുന്നു, പാലിന്റെ അകത്ത് വെള്ളം കലർത്താൻ. മകള് പറഞ്ഞു, ഞാൻ കലർത്തൂല, നീ പാലിൽ വെള്ളം കലർത്തണം. മകള് പറഞ്ഞു, ഉമറാണ് രാജ്യം ഭരിക്കുന്നത്, ഉമർ റങ്ങാണ്, അറിഞ്ഞ പിടിക്കും ഉമ്മ. ആ സമയത്ത് ഉമ്മ മകളോട് പറയുന്നു, ഉമർ എവിടെ അറിയാനാ, ഓൻ വീട്ടിൽ കിടന്ന് ഉറങ്ങല്ലേ? നമ്മുടെ വീടിന്റെ അകത്ത് പാലിനകത്ത് വെള്ളം കലർത്തുന്നത് ഉമർ എങ്ങനെ അറിയാനാ? നീ വെള്ളം കലർത്ത്. ഇല്ലുമ്മ, ഉമർ ഉറങ്ങിയാലും ഉമർ കണ്ടില്ലെങ്കിലും അള്ള കാണില്ലേ ഉമ്മ. അതാ മക്കള്. ചില മക്കൾ ഉമ്മാനോട് ചോദിക്കും, നിങ്ങൾ ഇന്ന് എന്താ ഉമ്മ നന്നാകാത്തെ? ചില മക്കള് തന്നെ ഉമ്മാനോട് ചോദിക്കും, നിങ്ങൾ എന്താ ഉമ്മ ഇങ്ങനെ ആയിപ്പോയി, നിങ്ങൾ എന്താ നന്നാകാത്ത എന്റെ ഉമ്മ? വാപ്പാനോട് ചോദിക്കുന്നു, എല്ലാരും പോണില്ലേ വാപ്പ? ഉസ്താദ്, എന്റെ വാപ്പായ്ക്ക് പ്രായമായിട്ടും ആ മനുഷ്യൻ പള്ളിയിൽ പോണില്ല ഉസ്താദ്. ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞത്, അല്ലാഹു കാക്കുമാറാകട്ടെ. എന്റെ വാപ്പായ്ക്ക് പ്രായമായ ഉസ്താദ്, എന്നിട്ട് പോലും അയാൾ നന്നാകണില്ല. നീ എന്ന് നന്നാകാനാ? ഈ മകള് ഉമ്മാനോട് പറഞ്ഞു കൊടുത്തു, ഉമ്മ, ഉമർ കണ്ടില്ലെങ്കിലും അള്ള കാണുന്നുണ്ടല്ലോ ഉമ്മ.
അള്ളാഹു ഉമർ തങ്ങളുടെ മനസ്സിനകത്ത് വല്ലാത്തൊരു കുളിർമ. ഉമർ തങ്ങൾ ഈ വീട് നോക്കി വെച്ചു. വീട്ടിൽ വന്നു. രാവിലെ ഒരാളെ പറഞ്ഞു വിട്ടു ഈ വീട്ടിൽ അന്വേഷിക്കാൻ. ആ വീട്ടിൽ പോകുമ്പോ ആ കുട്ടി ഒരു യതീമ, ഭർത്താവ് മരണപ്പെട്ടു പോയതിനു ശേഷം ആ പാപങ്ങളാ ഒട്ടകത്തിന്റെ പാല് കറന്നിട്ട് അത് വിറ്റിട്ട് ജീവിക്കണ കുടുംബം. ഒട്ടകത്തിന്റെ പാല് കുറഞ്ഞത് കാരണം പാവങ്ങൾക്ക് കഴിക്കാൻ പോലും ഭക്ഷണമില്ല. അത്രയും ദാരിദ്ര്യം സഹിക്കാതെ വന്നപ്പോഴാ ഉമ്മ പാലിനകത്ത് വെള്ളം കലർത്താൻ പറഞ്ഞേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്റെ വീട്ടിൽ കയറി വന്നിട്ട് മക്കളെ രണ്ടുപേരെയും വിളിച്ചു. തന്റെ ആമക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ, ഞാനൊരു അള്ളാനെ പേടിയുള്ളൊരു പെണ്ണിനെ ഞാൻ കണ്ടു. എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ തന്നെ കെട്ടിയേനെ. എനിക്ക് പ്രായമായി, പറ്റൂല. നിങ്ങളിൽ ആരെങ്കിലും കല്യാണം കഴിക്കുമോ? അള്ളാനെ പേടിയുള്ളൊരു പെണ്ണുണ്ട്. ഉമർ തങ്ങളുടെ മകൻ പറഞ്ഞു, ഞാൻ വിവാഹം കഴിക്കാം. ഇസ്ലാമിന്റെ ഖലീഫയുടെ മകൻ. അവര് നോക്കിയത് ദീനായിരുന്നടോ. ദീന, വേറെ പൈസയോ അധികാരമോ അല്ലെങ്കിൽ സൗന്ദര്യം ഒന്നുമായിരുന്നില്ല. ദീനുള്ള പെണ്ണിനെ വിവാഹം കഴിക്കണം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ദീനുള്ള പെണ്ണിനെ കെട്ടിക്കഴിഞ്ഞ സമാധാനാടോ. എത്ര പെണ്ണുങ്ങൾ ഭർത്താക്കന്മാരെ നന്നാക്കിയില്ലേ, കള്ളുകുടിയന്മാരെ പോലും നന്നാക്കിയില്ലേ, എത്രയോ മോശക്കാരെ നന്നാക്കിയില്ലേ. അതുകൊണ്ട് ദീനുള്ള പെണ്ണിനെ വേണം വിവാഹം കഴിക്കേണ്ടത് എന്ന് ഇതിന്ന് പഠിക്കണം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, ഭാര്യയുടെ തെറ്റ് തിരുത്തണം. ഭർത്താവിന്റെ ബാധ്യതയാ. നിന്നോട് ചോദിക്കൂ, അല്ല, നീ എന്തുകൊണ്ട് നീ മഹർ കൊടുത്ത് വിവാഹം കഴിച്ച നിന്റെ ഭാര്യ, അവളെ എന്തുകൊണ്ട് നീ നിസ്കരിപ്പിച്ചില്ല? എന്തുകൊണ്ട് ഖുർആൻ ഓതിപ്പിക്കടോ? ഇതാ SLC പരീക്ഷ വരുന്നു. പീഡനം എല്ലാത്തിനും A+, വേറൊന്നുമില്ല. പഠിക്കുക, പൊട്ടനോടും പറയും A+ വേണോന്ന്. നിർബന്ധം അവനിട്ട് പീഡിപ്പിക്കുകയാ രാവും പകലും. ഇടം നിസ്കരിക്കാൻ പഠിപ്പിക്കടോ. നീ ഇവനെ രാവിലെ വിളിച്ചുണർത്തിയിട്ട് പഠിപ്പിക്കാൻ കാണിക്കുന്ന ആത്മാർത്ഥത അവനെ നിസ്കരിക്കാൻ കാണിപ്പിച്ചിരുന്നെങ്കിൽ അവൻ എന്നേ എത്ര ഉയരങ്ങളിൽ എത്തിയേനെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. SLC പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന മക്കളോട് ഞാൻ പറയുന്നു, സുബഹി നിസ്കരിച്ചിട്ട് പോയാലേ നിനക്ക് A+ കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ നിന്റെ കാര്യം പോയി. എക്സാം എഴുതിയിട്ട് കാര്യമില്ല. അല്ലാഹു കാക്കുമാറാകട്ടെ. ഉറക്കെ ഞാൻ ഉള്ളതാ പറഞ്ഞത്. എടാ, ഒരു ദിവസം ഒരു മനുഷ്യൻ എന്ത് ചെയ്താലും അത് നേരെയാകില്ല. ഇനി എന്ത് നീ ചെയ്താലും നേരെയാകില്ല. ഏത് ദിവസം? സുബഹി നമസ്കരിക്കാത്ത ദിവസം. എന്ത് നിങ്ങൾ നോക്കിക്കേ, ഈ അമുസ്ലിമീങ്ങളായ കുട്ടികൾ, പടച്ചോനെ, അവരൊക്കെ ഇങ്ങനെ ബസ്സിലിരുന്ന് പോകുമ്പോൾ അമ്പലമൊക്കെ കാണുമ്പോൾ തൊഴും ഇല്ലേ? എന്തെങ്കിലുമൊക്കെ ഇട്ട് പൈസയൊക്കെ ഇട്ട് തൊഴുതിട്ട്. നമ്മുടെ മക്കളോ പോത്തുപോലെ ഇറങ്ങിയിട്ട് പോവാ. അവരമ്പലം കാണുമ്പോഴെങ്കിലും ഒന്ന് തൊഴുന്നുണ്ട്, ദൈവത്തെ ഓർക്ക്. നമ്മുടെ മക്കൾ അതുമില്ല. ഞാൻ പറയുന്നത്, മക്കളെ, നിങ്ങൾ നിസ്കരിക്ക്, അള്ളാഹുവിനോട് ദുആ ചെയ്യ്, ആത്മാർത്ഥമായി പഠിക്ക്. നിങ്ങൾക്ക് നല്ല വിജയം കിട്ടും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇല്ലെങ്കിൽ പോയി എൻ്റെ പ്രിയപ്പെട്ടവരെ, പലരും, ഒരാൾ പറഞ്ഞു, ഉസ്താദെ, 2 പെൺകുട്ടികളാ വിവാഹം കഴിക്കാൻ, പാവപ്പെട്ടവനാ. എടോ, മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു, ഇബ്നു മസ്ഊദ് തങ്ങളുടെ വീട്ടിൽ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോൾ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു കാണാൻ വന്നു. കുറച്ച് പൈസ കൊണ്ടുവന്ന് കൈ കൊടുത്തിട്ട് പറഞ്ഞു, പ്രായമായില്ലേ, മരിക്കാൻ കിടക്കുകയല്ലേ, മക്കൾക്കൊന്നും വേണ്ടി ഒന്നും ചെയ്തു വെച്ചിട്ടില്ലല്ലോ, പെൺകുട്ടികളുടെ വിവാഹത്തിന് വേണ്ടി ഒന്നും നിങ്ങൾ ചെയ്തു വെച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് കുറച്ചു പൈസ ഇതാന്ന് പറഞ്ഞു കൊടുക്കുമ്പോ അവിടെ നിന്ന് ചോദിക്കുന്നു, ഉസ്മാനെ, എന്റെ പെൺമക്കളെ ഓർത്തിട്ട് എനിക്ക് ബേജാറില്ല, എന്റെ പെൺകുട്ടികളെ ഓർത്തിട്ട് എനിക്ക് ബേജാറില്ല, എന്റെ പെൺമക്കളെ എങ്ങനെ കെട്ടിക്കുമെന്ന് ഓർത്തിട്ട് എനിക്ക് ടെൻഷനില്ല. കാരണം എന്തെന്നറിയുമോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും ഒരു വീടിന്റെ അകത്ത് സൂറത്തുൽ വാഖിയ പാരായണം ചെയ്താൽ, ഏതെങ്കിലും ഒരു വീടിന്റെ അകത്ത് സൂറത്തുൽ വാഖിയ പാരായണം ചെയ്താൽ അല്ലാഹു അവർക്ക് ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സൂറത്തുൽ വാഖിയ മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിൽ ഏത് വീടിന്റെ അകത്ത് ഓതുന്നുണ്ടോ തെണ്ടണ്ട ഗതി നിനക്കും നിന്റെ കുടുംബത്തിനും വരൂല. അല്ലാഹു കാക്കുമാറാകട്ടെ. പൈസ കൊണ്ടുവന്ന ഉസ്മാൻ തങ്ങളോട് പറഞ്ഞു, എന്റെ പെമ്മക്കൾക്ക് ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് സൂറത്തുൽ വാഖിയ, നിർബന്ധമായിട്ട് ഓതാറുണ്ട്, അതുകൊണ്ട് അവരെ കുറിച്ച് എനിക്ക് ടെൻഷനില്ല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിന്റെ മക്കൾക്ക് നീ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് കുത്താൻ മൊബൈല്, വാക്കിയ എന്തുപ്പാ? യൂട്യൂബിൽ കയറാൻ പഠിച്ചു, ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടാൻ പഠിച്ചു, സ്വന്തമായിട്ട് ഗെയ്സ് എന്ന് വിളിച്ചുകൊണ്ട് നടക്കാൻ നീ പഠിപ്പിച്ചു, പക്ഷെ ഖുർആൻ ഓതാൻ പഠിപ്പിച്ചില്ല. അല്ലാഹു കാക്കുമാറാകട്ടെ.
അല്ലാഹു കാക്കുമാറാകട്ടെ. നിന്റെ വീടിനകത്തിരുന്ന് കരയുന്ന ഖുർആനിന്റെ കണ്ണുനീര് നീ ആദ്യം ഒപ്പ്. നിന്റെ വീടിനകത്തിരുന്ന് പ്രാവുന്ന നിന്നെ ശപിക്കുന്ന ഖുർആൻ, ആ ഖുർആനിന്റെ കണ്ണുനീര് നീ ഒപ്പ്. നിന്റെ ദുനിയാവും നിന്റെ ആഖിറവും രക്ഷപ്പെടും. അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട് പറയുകയാ, നിന്റെ ഭാര്യയും നിന്റെ മക്കളും അല്ലാഹു നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താ. അവരെ കുറിച്ച് നാളെ അല്ലാഹു നിന്നോട് വിചാരണ ചെയ്യുമല്ലോ. അതുകൊണ്ട് നീ അവരെ നന്മ പഠിപ്പിക്കൂ, അവരെ നീ നല്ല വഴിയിലേക്ക് നയിക്കൂ, അവർക്ക് മാതൃകയാകുന്ന ഒരു വാപ്പയാകൂ. നിന്നെ കുറിച്ച് നിന്റെ ഭാര്യ പറയണം, പതാ പെരുമാതുറക്കാര് പറയുന്നതിൽ കാര്യമില്ല, പെരുമാതുറയിലെ എല്ലാവരും നീ നല്ലവനാണെന്ന് പറയുന്നതിൽ കാര്യമില്ല, ഈ നാട് മുഴുവനും നീ നല്ലവനാണെന്ന് പറയുന്നതിനേക്കാളും വലിയ അതിനേക്കാളും വലിയ മഹത്വം എന്തെന്നറിയുമോ? നിന്റെ ഭാര്യ പറയണം നീ നല്ലവനാണെന്ന്. അതാ കടൽ മീൻ പിടിക്കാൻ പോയി തളർന്നു വന്ന് പാതിരാത്രി കിടക്കുന്ന മനുഷ്യനാണെങ്കിലും എന്റെ ഭർത്താവ് ഒരു വഖത്ത് നിസ്കാരം കളയാക്കാറില്ല, എന്റെ ഭർത്താവ് സുബഹി നമസ്കരിക്കുന്നവനാ. മക്കൾ അഭിമാനത്തോടു കൂടി കൂട്ടുകാരോട് പറയണം, എന്റെ ഏറ്റവും വലിയ രക്ഷ എന്തെന്നറിയുമോ? എന്റെ വാപ്പാന്റെ ദുആയാ, എന്റെ ഉമ്മാന്റെ ദുആയാ. അങ്ങനെ മാതൃകയുള്ളവരാകണം. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞല്ലോ, പാലിന്റെ അകത്ത് വെള്ളം കലർത്താൻ പറഞ്ഞപ്പോൾ എനിക്ക് അല്ലാഹുവിനെ പേടിയാണെന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ കുടുംബത്തിലാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ജനിക്കുന്നത്. അവരുടെ മകന്റെ മകൾ അതാ അവന്റെ മകളുടെ മകനായി ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ജനിക്കുന്നതെന്ന് ചരിത്രം പറയുമ്പോ ആരാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നറിയുമോ? മരണത്തിന്റെ വേളയിൽ കിടക്കുകയാ, സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാ. പടച്ചവനെ, ഭാര്യ അടുത്തേക്ക് ചെന്നു. അല്ലാഹുവേ, തന്റെ പ്രിയപ്പെട്ട ഭാര്യ അടുത്ത് ചെന്നിട്ട് മരിക്കാൻ കിടക്കുന്ന ഭർത്താവിന് ഖിദ്മത്ത് ചെയ്യുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് നിങ്ങൾ പറഞ്ഞു, പെണ്ണേ പൊരുത്തപ്പെടണേ. യാത്ര പറയുകയാണ് ഭാര്യയോട്. മരിക്കുന്നതിന് മുമ്പ് അവിടെ നിന്ന് യാത്ര പറയുകയാ. എന്നിട്ട് പറഞ്ഞു, നീ വീടിന്റെ വെളിയിലിറങ്ങി വാതിലടക്ക്, റൂമിന്റെ വെളിയിലിറങ്ങി വാതിലടക്ക്. ഭർത്താവിനോട് പറയുന്നു, നിങ്ങളുടെ അവസാന സമയത്ത് എനിക്ക് ചാരത്ത് നിൽക്കാൻ സമ്മതിക്കാത്തതെന്താ? പെണ്ണെ, എന്നെ കാണാൻ അതിഥികൾ വരുന്നു, നീ ഇവിടെ നിന്നാ ശരിയാകില്ല, നീ വീടിന്റെ റൂമിന്റെ പുറത്തിറങ്ങ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ തന്റെ ഭാര്യയെ പുറത്തിറക്കുകയാണ്, വാതിലടയ്ക്കാൻ പറഞ്ഞു. അല്ലാഹുവേ, കുറച്ചു സമയം കഴിഞ്ഞപ്പോ ഭർത്താവ് റൂമിനകത്ത് കിടന്ന് സലാമടക്കുകയാ. ആരോടോ സംസാരിക്കുകയാണ്. ഭാര്യ ഒളിഞ്ഞു നോക്കുന്നു. ആരോടാ? എന്റെ ഭർത്താവ് അവസാനമായി സംസാരിക്കുന്നത് ആരോടാണ്? റൂമിന്റെ അകത്ത് കിടന്ന് സംസാരിക്കുകയാണ്. അത് കഴിഞ്ഞു റബ്ബേ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു അതാ കഫം തുണിയെടുക്കുകയാ. അവിടുന്ന് കഫം തുണിയെടുത്തു, തന്റെ മുഖത്തിന്റെ മുകളിലേക്ക് ഇട്ടു. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടുന്ന് ഷഹാദത്ത് കലിമ പറയുകയാ. മുഖത്തേക്ക് തുണിയിട്ടു. ഭാര്യ ഒളിഞ്ഞു നിന്ന് കാണുകയാണ്. പടച്ചവനെ, അനക്കമില്ല. ഓടിച്ചെല്ലുകയാണ്. റൂമിന്റെ വാതില് തുറന്നു. അകത്തേക്ക് ചെല്ലുമ്പോ വല്ലാത്ത പരിമളമാ, വല്ലാത്ത സുഗന്ധമാ. അല്ലാഹുവേ, ഓടിച്ചെന്ന് ഭർത്താവിന്റെ മുഖത്തിട്ടിരുന്ന തുണിയങ്ങ് മാറ്റുമ്പോ സുബ്ഹാനല്ലാഹ്, ചിരിച്ചുകൊണ്ട് കിടക്കുകയാ. ഈ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ജനാസ കുളിപ്പിച്ചു. അവിടുന്ന് ജനാസ കുളിപ്പിച്ചവർ മഹാനവറുകളുടെ ശരീരത്തിലെ അടയാളം കണ്ടിട്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ഭാര്യയോട് ചോദിക്കുകയാ, നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? പെരുമാതുറക്കാരേ, നിന്റെ
നിന്റെ ജനാസ ഈ പള്ളിയിൽ കൊണ്ടുവന്ന് കബറടക്കി. നിന്റെ ഭാര്യയോട് ചോദിക്കുകയാ, പെണ്ണേ നിന്റെ ഭർത്താവ് എങ്ങനെയുള്ള മനുഷ്യനായിരുന്നു? അവള് പറയണം, എന്റെ ഇക്കയുണ്ടല്ലോ അല്ലാഹുവേ അല്ലാഹനെ പേടിയുള്ള ഒരു മനുഷ്യനായിരുന്നു, നല്ലവനായിരുന്നു. അതുകൊണ്ട് അല്ലാഹു അദ്ദേഹത്തിന് നല്ല മരണം കൊടുത്തത്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ഭാര്യയോട് അവിടെന്ന് ചോദിക്കുമ്പോ അതാ അവിടെന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അല്ലാഹുവിന് സത്യം, എന്റെ ഭർത്താവിനെ പോലെ അല്ലാഹുവിനെ പേടിയുള്ള ഒരു മനുഷ്യനെയും ഞാൻ കണ്ടിട്ടില്ല. കാരണം എന്റെ ഭർത്താവിന് അല്ലാഹനെ വല്ലാത്ത പേടിയായിരുന്നു. ഇതുപോലെ പറയണം നിന്റെ ഭാര്യ. അപ്പോഴാണ് നീ വിജയിച്ചവനാകുന്നത്, അപ്പോഴാടാ നീ ഒരു ഭർത്താവാകുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ശഅബാൻ മാസമാ. പണ്ടത്തെ ഉമ്മമാര് റജബ് മാസം കടന്നു വരുമ്പോഴേ വീടും പരിസരവും വൃത്തിയാക്കുകയാണ്. അതാ ചെലന്തിബല അടിക്കുകയാണ്. വീടിനകത്തിരിക്കുന്ന ആവശ്യമില്ലാത്തത് മുഴുവനും എടുത്ത് കത്തിക്കുകയാണ്. എന്താ മോനെ? അതാ ഈ പെണ്ണുങ്ങൾ ചോദിക്കുന്നു, എന്തിനാ ഉമ്മ വീടൊരുക്കുന്നത്? മോളെ റമളാൻ വരുന്നില്ലേ? റജബല്ലേ, ശഅബാനല്ലേ, റമളാൻ വരികയല്ലേ, റമളാനിനെ സ്വീകരിക്കാൻ ഒരുങ്ങണ്ട് എന്ന് റജബ് മാസത്തില് വീടൊരുക്കിയ ഉമ്മാടെ പൊന്നുമക്കള് ശഅബാനിന്റെ അവസാനമായിട്ട് വീട് വൃത്തിയാക്കുന്നത് പോയിട്ട് മനസ്സുപോലും ഞാനും നിങ്ങളും വൃത്തിയാക്കിയിട്ടില്ല. ഇനി എന്ന് നന്നാകാനാ, ഇനി എന്നൊരുങ്ങാനാ. ഇനിയുള്ള ദിനങ്ങളെങ്കിലും നിങ്ങൾ അല്ലാഹുവേ ഈ മാസത്തെ നിങ്ങൾ ബഹുമാനിക്കൂ, നിങ്ങൾ ആദരിക്കൂ. പ്രതിഫലം എന്തെന്നറിയുമോ? വശഅബാനു ശഹ്രീ, എന്റെ മാസമാ ശഅബാൻ, എന്റെ മാസമാ ശഅബാൻ. ആരെങ്കിലും എന്റെ ഈ മാസത്തെ ആദരിച്ചാ ഒരു നോമ്പെങ്കിലും പിടിക്കും മനുഷ്യ. ഈ ശഅബാനിൽ ഒരു നോമ്പെങ്കിലും പിടിക്കൂ. അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? സത്തറല്ലാഹു ഔറതഹു യൗമൽ ഖിയാമ. ഈ ശഅബാനിൽ ഒരു നോമ്പെങ്കിലും നിനക്ക് പിടിക്കാൻ കഴിഞ്ഞാൽ, ഈ മാസത്തെ നിനക്ക് ആദരിക്കാൻ കഴിഞ്ഞാൽ, പെരുമാതുറ പള്ളിയുടെ ഖബർസ്ഥാനിൽ നിന്ന് നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് എഴുന്നേറ്റ് വരുന്ന ദിവസമുണ്ടല്ലോ. എല്ലാവരും ഉടുതുണിയില്ലാതെ വരുമ്പോ, വസ്ത്രം ധരിക്കാതെ വരുമ്പോ ഔറത്ത് മറയ്ക്കണ്ടേ, ഔറത്ത് മറച്ചുകൊണ്ട് വരണ്ടേ. ഈ ശഅബാനിനെ ആദരിച്ച നാളെ ഔറത്ത് മറച്ചവനായി പരലോകത്ത് കടന്നു വരാ, അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു വരാ, അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു വരാ. റസൂലുള്ളാഹി പറഞ്ഞു, സഹാബാ, ആരെങ്കിലും എന്റെ ശഅബാനിനെ ആദരിച്ചാൽ ഞാൻ അവനെ കാത്തു നിൽക്കും. സ്വഹാബാ, യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസ്വാഹിബതിഹി വബനീഹി. ആരാരും തിരിഞ്ഞു നോക്കാത്ത പടച്ച റബ്ബിന്റെ പരലോകത്ത് അല്ലാഹുവിന്റെ പ്രവാചകന് കാത്തു നിൽക്കുകയാണ്, റസൂലുള്ളാഹി കാത്തു നിൽക്കുകയാണ്. ആരെയും അറിയുമോ? ഈ ശഅബാനിലെ നോമ്പ് പിടിച്ചവർ, ഈ ശഅബാനിലെ നിസ്കരിച്ചവർ, ഈ ശഅബാനിലെ ഖുർആൻ ഓതിയവർ, ഈ ശഅബാനിലെ മുത്തുനബിയോടുള്ള മഹബ്ബത്ത് പ്രകടിപ്പിച്ചവർ, ഒരുപാട് നന്മകൾ ചെയ്തവർ, ഇവരെ കാത്ത് നാളെ പരലോകത്ത് മുത്തുനബി നിൽക്കുമെന്ന് പറയുമ്പോ അതിനേക്കാളും പ്രതിഫലം എന്താ? ഇനിയുള്ള ദിവസങ്ങളെങ്കിലും നീ ഒന്ന് സൂക്ഷിക്കടാ ചെറുപ്പക്കാരാ. മുടിയൊക്കെ ഒന്ന് വെട്ടുമോന്, എല്ലാ ദുസ്വഭാവങ്ങളും മോറ്റുമോന്. എന്നിട്ടൊന്ന് നന്നാകടാ, ഒന്ന് പള്ളിയുമായിട്ടെടുക്കടാ. ഒരാഴ്ച കഴിഞ്ഞാ റമളാൻ വരികയാ. തറാവീഹ് നിസ്കരിക്കേണ്ട, തഹജ്ജുദ് നിസ്കരിക്കേണ്ട, ളുഹാ നിസ്കരിക്കേണ്ട, 5 നേരം നിസ്കരിക്കേണ്ട, അതിന്റെ മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നിസ്കരിക്കേണ്ട. മോനെ നോമ്പ് പിടിക്കേണ്ട, മോനെ ഖുർആൻ ഓതണ്ട. എടാ ഒന്ന് നേരെയാകടാ. അതിനുള്ള ട്രെയിനിങ് ചെയ്യാനുള്ള സമയമല്ലേ ഇപ്പോഴേ നിനക്കൊന്നൊരുങ്ങിക്കൂടെ? അതുകൊണ്ട് പെങ്ങളോട് പറയുകയാ, അല്ലാഹുവിന്റെ മുന്നിൽ കരഞ്ഞ് തൗബ ചെയ്തോ.
സർവ പാപങ്ങളും കഴുകി ശുദ്ധമാക്കിക്കോ, നന്നായിക്കോ. കേബിള് കട്ട് ചെയ്തോ, സീരിയൽ കാണല് നിർത്തിക്കോ, നിസ്കാരപ്പായിലേക്ക് കടന്നോ, അല്ലാഹുവിന്റെ മുന്നിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങിക്കോ. ഇല്ലെങ്കിൽ ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റായീൽ എപ്പോഴാണ് നിന്റെ കണ്ണിന്റെ മുന്നിലേക്ക് വരുന്നതെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യൂ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ ശഹ്റ റമളാൻ. അല്ലാഹുവേ, റമളാനിലേക്ക് എന്നെ എത്തിക്കണേ അല്ലാ. റമളാൻ മാസം 30 ദിവസം നോമ്പ് പിടിക്കാൻ, തറാവീഹ് നിസ്കരിക്കാൻ, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ പടച്ചവനെ എനിക്ക് ആഫിയത്ത് തരണേ, എനിക്ക് ആരോഗ്യം തരണേ, എനിക്ക് ഭാഗ്യം തരണേ എന്ന് റബ്ബിനോട് ദുആ ചെയ്യാൻ പറഞ്ഞ മാസമാ. അതുകൊണ്ട് പെരുമാതുറ പള്ളിയുടെ മുന്നിൽ ഒരുമിച്ച് കൂടിയ മുസ്ലിമേ, ഇത് നിനക്കുള്ള അവസാനത്തെ രാത്രിയാണെന്ന് നീ കരുതിക്കോ. ഇത് ജീവിതത്തിൽ അവസാനത്തെ രാത്രിയാണെന്ന് കരുത്. എന്നിട്ട് റബ്ബിനോട് പശ്ചാത്തപിക്കൂ, എന്നിട്ട് ആത്മാർത്ഥമായിട്ട് തൗബ ചെയ്യൂ, എന്നിട്ട് തെറ്റുകൾ ഏറ്റുപറഞ്ഞിട്ട് നേരെയാകൂ. ഇനിയുള്ള ദിനമെങ്കിലും നിനക്കും ഒരുങ്ങാൻ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് പടച്ച റബ്ബേ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം നരകമോചനമാ, സ്വർഗപ്രവേശനമാ. സ്വർഗത്തിന്റെ അവകാശികളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. സ്വർഗത്തിന്റെ അവകാശികളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. കുടുംബസമേതം ഞങ്ങളെ സ്വർഗത്തിൽ എത്തിക്കണേ അല്ലാ.